ഹായ് ഓൾ, വെൽക്കം ടു നീറ്റ് ഈസി. ഇന്ന് നമ്മുടെ ടോപ്പിക്ക് പ്ലസ് വണ്ണിലെ തേർഡ് ചാപ്റ്ററായ പ്ലാൻ കിങ്ഡമാണ്. പ്ലാൻ കിങ്ഡത്തിൻ്റെ ഫസ്റ്റ് ക്ലാസ്സാണ് ഈ വീഡിയോയിൽ. അപ്പോൾ ഇതിൻ്റെ സിലബസ് എന്താണെന്ന് നോക്കാം. ഫസ്റ്റ് യൂണിറ്റിലെ 2 പോർഷൻസ് നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി മൂന്നാമത്തെ പോർഷനാണ് ഇന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇതിൽ സാലിയൻ ഫീച്ചേഴ്സ് ആൻഡ് ക്ലാസിഫിക്കേഷൻ ഓഫ് പ്ലാന്റ്സ് ഇൻ ടു മേജർ ഗ്രൂപ്പ്സ്, ആൽഗെ, ബ്രയോഫൈറ്റ്സ്, ടെറിഡോഫൈറ്റ്സ്, ജിംനോസ്പേംസ് ആൻഡ് ആൻജിയോസ്പേംസ്. 3 to 5 salient and distinguishing features and at least 2 examples of each category. ഇതാണ് ഈ ചാപ്റ്ററിൻ്റെ സിലബസ്. പ്രീവിയസ് ചാപ്റ്ററിൽ നമ്മൾ ഓർഗാനിസത്തിനെ പല ടൈപ്പായിട്ട് ക്ലാസിഫൈ ചെയ്തത് പഠിച്ചു. ക്ലാസിഫിക്കേഷൻ സിസ്റ്റംസ് പഠിച്ചു. അരിസ്റ്റോട്ടിൽ ക്ലാസിഫൈ ചെയ്തത്, പിന്നെ ലിനേസിൻ്റെ 2 കിങ്ഡം ക്ലാസിഫിക്കേഷൻ, ആർ.എച്ച്. വിറ്റാക്കറിൻ്റെ 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ, ഇതൊക്കെ നമ്മൾ പഠിച്ചു. അപ്പോൾ ലിനേസിൻ്റെ ക്ലാസിഫിക്കേഷനിൽ കിങ്ഡം പ്ലാന്റ് എന്ന് പറയുന്ന കിങ്ഡത്തിലാണ് പ്ലാന്റ്സിനെ ഇൻക്ലൂഡ് ചെയ്തത്. ആർ.എച്ച്. വിറ്റാക്കറിൻ്റെ ക്ലാസിഫിക്കേഷനിൽ 4th കിങ്ഡം ആയിരുന്നു കിങ്ഡം പ്ലാന്റ്. അതിലാണ് പ്ലാന്റ്സ് വരുന്നത്. ഇനി ഇപ്പോൾ നമ്മൾ പഠിക്കുന്നത് പ്ലാൻ കിങ്ഡത്തെ പറ്റിയാണ്. പ്ലാൻ കിങ്ഡത്തിൽ തന്നെ ഒരുപാട് മെമ്പേഴ്സ് ഉണ്ട്. അപ്പോൾ അവിടെയും നമുക്ക് ഈസി ആയിട്ട് ഓരോ ഓർഗാനിസത്തിനെ അല്ലെങ്കിൽ ഓരോ മെമ്പേഴ്സിനെ സ്റ്റഡി ചെയ്യണമെങ്കിൽ ആ കിങ്ഡം പ്ലാന്റയിലും ഒരു ക്ലാസിഫിക്കേഷൻ്റെ ആവശ്യമുണ്ട്. അങ്ങനെ പല ടൈപ്പ് ക്ലാസിഫിക്കേഷൻ കിങ്ഡം പ്ലാന്റയിലും ഉണ്ടായിട്ടുണ്ട്. അതിനെപ്പറ്റിയുള്ള ഒരു ഇൻട്രൊഡക്ടറി പാർട്ടാണ് ഇപ്പോൾ പറയുന്നത്. ഇത് ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക. ഫസ്റ്റ് ഒരു ക്ലാസിഫിക്കേഷൻ സിസ്റ്റമാണ് ആർട്ടിഫിഷ്യൽ സിസ്റ്റം ഓഫ് ക്ലാസിഫിക്കേഷൻ. ആർട്ടിഫിഷ്യൽ സിസ്റ്റം ഓഫ് ക്ലാസിഫിക്കേഷൻ്റെ ബേസിസ് എന്താണ്, അല്ലെങ്കിൽ എങ്ങനെയാണ് ഈ സിസ്റ്റത്തിൽ ഓർഗാനിസത്തിനെ ക്ലാസിഫൈ ചെയ്തത്? ഇത് സൂപ്പർഫിഷ്യൽ ക്യാരക്ടേഴ്സിനെ ബേസ് ചെയ്തിട്ടാണ് വർക്ക് ചെയ്തത്. സൂപ്പർഫിഷ്യൽ ക്യാരക്ടേഴ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒബ്സർവബിൾ മോർഫോളജിക്കൽ ക്യാരക്ടേഴ്സിനെയാണ്. അതായത് നമ്മൾ നോക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്ന പുറമേയുള്ള ഫീച്ചേഴ്സ്. മോർഫോളജി എന്ന് പറഞ്ഞാൽ പുറമേയുള്ള സ്ട്രക്ചറാണ്. ഒബ്സർവബിൾ മോർഫോളജിക്കൽ ക്യാരക്ടേഴ്സ്, അതായത് നമ്മളൊരു പ്ലാന്റിനെ നോക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്ന പുറമേയുള്ള ആ സ്ട്രക്ചറിൻ്റെ പ്രത്യേകത വെച്ചിട്ടാണ് ആർട്ടിഫിഷ്യൽ സിസ്റ്റത്തിൽ പ്ലാന്റ്സിനെ ക്ലാസിഫൈ ചെയ്തത്. അതുകൊണ്ട് തന്നെ ഈ സിസ്റ്റം വളരെ സിമ്പിൾ ആൻഡ് ഈസിയാണ്. നമുക്ക് ഒരു പ്ലാന്റിനെ പെട്ടെന്ന് തന്നെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. പക്ഷേ ഈ സിസ്റ്റത്തിലൂടെ നമുക്ക് ആ പ്ലാന്റിൻ്റെ എവല്യൂഷണറി ഹിസ്റ്ററി ഒന്നും അറിയാൻ പറ്റില്ല. കാരണം ഇത് ജസ്റ്റ് സൂപ്പർഫിഷ്യൽ ക്യാരക്ടേഴ്സിനെ ബേസ് ചെയ്തുകൊണ്ടുള്ളൊരു ക്ലാസിഫിക്കേഷനാണ്. അതുകൊണ്ട് തന്നെ ആ പ്ലാന്റിൻ്റെ എവല്യൂഷണറി ഹിസ്റ്ററി അറിയാൻ പറ്റത്തില്ല. അതിനെങ്ങനെയാണ് പരിണാമം സംഭവിച്ചത്, ഏത് ഓർഗാനിസത്തിൽ നിന്നാണ് ഈ പ്ലാന്റ് ആയിട്ട് എവല്യൂഷൻ നടന്നുണ്ടായത്, ഈ പ്ലാന്റിൽ നിന്ന് വേറെ ഏത് ഓർഗാനിസമാണ് ഉണ്ടായത്, അങ്ങനെയുള്ള റിലേഷൻസ് ഒന്നും നമുക്ക് ഈ സിസ്റ്റത്തിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റില്ല. അതാണ് ഇതിൻ്റെ ലിമിറ്റേഷൻ. ഇനി ആർട്ടിഫിഷ്യൽ സിസ്റ്റം ഓഫ് ക്ലാസിഫിക്കേഷന് ഒരു എക്സാമ്പിളാണ് ലിനേസിൻ്റെ സെക്ഷുവൽ സിസ്റ്റം. അതായത് ലിനേസ് ഒരു ക്ലാസിഫിക്കേഷൻ സിസ്റ്റം കൊണ്ടുവന്നു പ്ലാന്റ്സിനെ ക്ലാസിഫൈ ചെയ്യാൻ. അതാണ് സെക്ഷുവൽ സിസ്റ്റം. ഇതിൽ ലിനേസ് എന്താണ് യൂസ് ചെയ്തത്? ഓരോ ഫ്ലവറിൻ്റെയും സ്റ്റേമൻ്റെയും പിസ്റ്റിലിൻ്റെയും, അതായത് മെയിൽ ആൻഡ് റീപ്രൊഡക്റ്റീവ് ഓർഗൻസിൻ്റെ സ്ട്രക്ചറിനെ ബേസ് ചെയ്തിട്ടാണ് ലിനേസ് ക്ലാസിഫിക്കേഷൻ നടത്തിയത്. സ്ട്രക്ചർ എന്ന് പറയുമ്പോൾ മോർഫോളജിക്കൽ സ്ട്രക്ചറാണ്, പുറമേ കാണുന്ന സ്ട്രക്ചർ. ഒരു ഫ്ലവറിൻ്റെ 2 പാർട്ടാണ് സ്റ്റേമനും പിസ്റ്റിലും. മെയിൽ ആൻഡ് ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് ഓർഗനാണ്. ഇതിനെ നമ്മൾ കാണുമ്പോൾ ഇങ്ങനെ ഇരിക്കുന്നു. അതിനെ ബേസ് ചെയ്ത് ലിനേസ് കൊണ്ടുവന്ന ഒരു സിസ്റ്റമാണ് സെക്ഷുവൽ സിസ്റ്റം. ഇത് ആർട്ടിഫിഷ്യൽ സിസ്റ്റത്തിന് ഒരു എക്സാമ്പിളാണ്. രണ്ടാമത്തെ സിസ്റ്റമാണ് നാച്ചുറൽ സിസ്റ്റം ഓഫ് ക്ലാസിഫിക്കേഷൻ. നാച്ചുറൽ സിസ്റ്റം ഓഫ് ക്ലാസിഫിക്കേഷനിൽ എന്താണ്? മോർഫോളജിയും അനാട്ടമിയും ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഓർഗാനിസത്തെ ക്ലാസിഫൈ ചെയ്തത്. ഓർഗാനിസം എന്ന് ഇവിടെ ഉദ്ദേശിക്കുന്നത് പ്ലാന്റ്സ് ആണ്. അതായത് പ്ലാന്റ്സിൻ്റെ മോർഫോളജിയും അനാട്ടമിയും ഇവിടെ അവർ യൂസ് ചെയ്തു. അനാട്ടമി എന്ന് പറഞ്ഞാൽ ഇൻറ്റേർണൽ സ്ട്രക്ചറാണ്. പുറമേ കാണുന്നതാണ് മോർഫോളജി, അകത്തുള്ള ഇൻറ്റേർണൽ സ്ട്രക്ചറിനെയാണ് അനാട്ടമി എന്ന് പറയുന്നത്. നാച്ചുറൽ സിസ്റ്റം ഓഫ് ക്ലാസിഫിക്കേഷനിൽ മോർഫോളജിക്കൽ ക്യാരക്ടേഴ്സിനെ മാത്രമല്ല അനാട്ടമിക്കൽ സ്ട്രക്ചറും കൂടെ യൂസ് ചെയ്തിട്ടാണ് പ്ലാന്റ്സിനെ ക്ലാസിഫൈ ചെയ്തത്. അതുകൊണ്ട് തന്നെ നമുക്ക് പ്ലാന്റ്സിൻ്റെ ഇടയിലുള്ള നാച്ചുറൽ റിലേഷൻഷിപ്പ് മനസ്സിലാക്കാൻ പറ്റും. അതായത് ഓരോ പ്ലാന്റ്സിൻ്റെയും ഇൻറ്റേർണൽ ഓർഗനൈസേഷനും കൂടെ നമ്മൾ പരിശോധിക്കുന്നുണ്ട്. അതുകൊണ്ട് ഒരു പ്ലാന്റിനെ എടുത്താൽ ആ പ്ലാന്റുമായിട്ട് സാദൃശ്യമുള്ള മറ്റ് പ്ലാന്റുകളെ നമുക്ക്
മനസ്സിലാക്കാൻ പറ്റും ഈ സിസ്റ്റത്തിലൂടെ. പക്ഷേ ഈ സിസ്റ്റത്തിനും എന്താണ് എവല്യൂഷണറി റിലേഷൻഷിപ്പ് കറക്റ്റായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റിയിട്ടില്ല. ഇൻറ്റേർണൽ ക്യാരക്ടേഴ്സും നമ്മൾ കൺസിഡർ ചെയ്തു, പക്ഷേ ഇതിലും എവല്യൂഷണറി റിലേഷൻഷിപ്സ് കറക്റ്റായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റിയില്ല. ഈ ക്ലാസിഫിക്കേഷൻ സിസ്റ്റത്തിന് ഒരു എക്സാമ്പിളാണ് ജോർജ് ബെന്താം ആൻഡ് ജോസഫ് ഡാൾട്ടൺ ഹുക്കർ ഇവർ കൊണ്ടുവന്ന ഒരു ക്ലാസിഫിക്കേഷൻ. ജോർജ് ബെന്താം ആൻഡ് ജോസഫ് ഡാൾട്ടൺ ഹുക്കർ രണ്ടാൾക്കാരാണ്. അവരൊരു ക്ലാസിഫിക്കേഷൻ സിസ്റ്റം കൊണ്ടുവന്നു. അത് നാച്ചുറൽ സിസ്റ്റം ഓഫ് ക്ലാസിഫിക്കേഷന് ഒരു എക്സാമ്പിളാണ്. അടുത്ത മൂന്നാമത്തെ ഒരു ക്ലാസിഫിക്കേഷൻ സിസ്റ്റമാണ് ഫൈലോജനറ്റിക് സിസ്റ്റം ഓഫ് ക്ലാസിഫിക്കേഷൻ. അതായത് പേരിൽ തന്നെ ഉണ്ട്, ഫൈലോജനറ്റിക് റിലേഷൻഷിപ്പ് എന്ന് വെച്ചാൽ എവല്യൂഷണറി റിലേഷൻഷിപ്പാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ എന്താണ് എവല്യൂഷണറി ആൻഡ് ജനറ്റിക് റിലേഷൻഷിപ്പ് യൂസ് ചെയ്താണ് പ്ലാന്റ്സിനെ ക്ലാസിഫൈ ചെയ്തത്. ഫൈലോജനറ്റിക് സിസ്റ്റത്തിൽ എവല്യൂഷനും അതുപോലെ തന്നെ ആ പ്ലാന്റിൻ്റെ ജനറ്റിക്സും യൂസ് ചെയ്തിട്ടാണ് പ്ലാന്റ്സിനെ ക്ലാസിഫൈ ചെയ്തത്. അതുകൊണ്ട് എന്താ നമുക്ക് ഇതിൽ നിന്ന് ഈസി ആയിട്ട് എവല്യൂഷണറി റിലേഷൻഷിപ്സ് മനസ്സിലാക്കാം. മുകളിൽ പറഞ്ഞ രണ്ട് സിസ്റ്റത്തിലും എവല്യൂഷണറി റിലേഷൻഷിപ്പ് മനസ്സിലാക്കാൻ പറ്റില്ലായിരുന്നു. എന്നാൽ ഈ സിസ്റ്റത്തിൽ നമുക്ക് ഈസി ആയിട്ട് തന്നെ എവല്യൂഷണറി റിലേഷൻഷിപ്പ് മനസ്സിലാക്കാൻ പറ്റും. പിന്നെ ഈ സിസ്റ്റത്തിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതിന് ജനറ്റിക്സും എവല്യൂഷനും ആണല്ലോ ഇതിൽ യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് ഡേറ്റ ആവശ്യമുണ്ട്, എക്സ്റ്റെൻസീവ് ആയിട്ടുള്ള ഡേറ്റ ആവശ്യമുണ്ട്. ഏതെങ്കിലും ഒരു ഡേറ്റ മിസ്സായാൽ തന്നെ നമ്മുടെ ഈ ക്ലാസിഫിക്കേഷന് വ്യത്യാസം വരാൻ ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ നമ്മൾ എപ്പോഴും പുതിയ പുതിയ കാര്യങ്ങൾ കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ എപ്പോഴും ഈ സിസ്റ്റത്തിൽ നമ്മൾ അപ്ഡേറ്റ്സ് നടത്തിക്കൊണ്ടിരിക്കണം. പുതിയ പുതിയ കാര്യങ്ങൾ കണ്ടുപിടിക്കുന്നതിനനുസരിച്ച് അപ്ഡേറ്റ്സ് നടത്തിക്കൊണ്ടിരിക്കണം. അതാണ് ഫൈലോജനറ്റിക് സിസ്റ്റം ഓഫ് ക്ലാസിഫിക്കേഷൻ. നാലാമത് പ്ലാന്റ്സിനെ ക്ലാസിഫൈ ചെയ്യാൻ യൂസ് ചെയ്ത ഒരു എയ്ഡാണ് ന്യൂമറിക്കൽ ടാക്സോണമി. ന്യൂമറിക്കൽ ടാക്സോണമി ഇതെന്ന് പറഞ്ഞാൽ കമ്പ്യൂട്ടർ ബേസ്ഡ് ക്ലാസിഫിക്കേഷൻ ആണ്. അതായത് നമ്മൾ എല്ലാ ഒബ്സർവബിൾ ക്യാരക്ടേഴ്സിനെയും കമ്പ്യൂട്ടറിലേക്ക് ഇൻപുട്ടായിട്ട് കൊടുത്തു. നമുക്കറിയാവുന്ന ഒരു പ്ലാന്റ്, ആ പ്ലാന്റിൻ്റെ നമുക്കറിയാവുന്ന ഒബ്സർവബിൾ ക്യാരക്ടേഴ്സിനെ എല്ലാം നമ്മൾ കമ്പ്യൂട്ടറിലേക്ക് ഇൻപുട്ടായിട്ട് കൊടുത്തു. എന്നിട്ട് ഓരോ ക്യാരക്ടേഴ്സിനും നമ്മൾ നമ്പേഴ്സ് ആൻഡ് കോഡ്സ് അസൈൻ ചെയ്തു. അതായത് ഇപ്പോൾ പ്ലാന്റിന് ഈ പ്ലാന്റ് കരയിലാണ് വളരുന്നത്. അങ്ങനെ കരയിൽ വളരുന്ന പ്ലാന്റിന് നമ്പർ 1 എന്നൊരു നമ്പർ കൊടുത്തു, അല്ലെങ്കിൽ കോഡ് W എന്ന് കൊടുത്തു. കരയിൽ വളരുന്ന പ്ലാന്റിന് ഒന്നുകിൽ നമ്മൾ നമ്പർ 2 എന്ന് കൊടുക്കുന്നു, അല്ലെങ്കിൽ T എന്നൊരു കോഡ് കൊടുക്കുന്നു. ഇത് ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞതാണ് മനസ്സിലാകാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഏതെങ്കിലും ഓരോ ക്യാരക്ടേഴ്സിനും ഓരോ നമ്പേഴ്സും കോഡുകളും കൊടുത്തു. ഇതിലൂടെ എന്താണ് സാധ്യമായത്? എല്ലാ ക്യാരക്ടേഴ്സിനും ഈക്വൽ ആയിട്ടുള്ള ഇമ്പോർട്ടൻസ് കിട്ടി. നമ്മൾ ഹ്യൂമൻസ് എന്തെങ്കിലും ചെയ്യുമ്പോഴാണ് നമുക്ക് കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് തോന്നുന്ന കാര്യങ്ങൾക്കാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. പക്ഷേ കമ്പ്യൂട്ടറിൻ്റെ കാര്യത്തിൽ അങ്ങനെയല്ല, അത് എല്ലാ ക്യാരക്ടേഴ്സിനും ഈക്വൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. കാരണം നമ്മൾ എല്ലാ കാര്യങ്ങളും ഇൻപുട്ടായിട്ട് കമ്പ്യൂട്ടറിലേക്ക് കൊടുത്തു. അതുപോലെ ഓരോ ക്യാരക്ടേഴ്സിനും ഒരു നമ്പറോ അല്ലെങ്കിൽ ഒരു കോഡോ അസൈൻ ചെയ്ത് കൊടുത്തു. അപ്പോൾ കമ്പ്യൂട്ടറിൽ ഇപ്പോൾ എന്താണുള്ളത്? ഒരു പ്ലാന്റിന് കുറേ നമ്പേഴ്സും കുറേ കോഡ്സും ഉണ്ട്. ഈ കോഡ്സും നമ്പേഴ്സും അതിൻ്റെ ക്യാരക്ടേഴ്സിനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. എന്നിട്ട് കമ്പ്യൂട്ടർ ഈ എല്ലാ ക്യാരക്ടേഴ്സിനും ഈക്വൽ ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് പ്ലാന്റ്സിനെ ക്ലാസിഫൈ ചെയ്യുന്നു. ഇതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് ക്യാരക്ടേഴ്സ് ഒരേ സമയം അനലൈസ് ചെയ്യാൻ പറ്റും. അങ്ങനെ ഒരുപാട് ക്യാരക്ടേഴ്സ് ഒരേ സമയം അനലൈസ് ചെയ്തിട്ടാണ് ന്യൂമറിക്കൽ ടാക്സോണമിയിലൂടെ പ്ലാന്റ്സിനെ നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നത്. അപ്പോൾ മുമ്പ് പറഞ്ഞ ക്ലാസിഫിക്കേഷനിൽ നിന്ന് കുറച്ചും കൂടെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരെണ്ണമാണ് ന്യൂമറിക്കൽ ടാക്സോണമി. ഇത് അഡ്വാൻസ്ഡ് ആവാൻ കാരണം കമ്പ്യൂട്ടർ ബേസ്ഡ് ആയതുകൊണ്ടാണ്. കമ്പ്യൂട്ടർ ഹ്യൂമനെ പോലെയല്ല, എല്ലാ ക്യാരക്ടേഴ്സും ഈക്വലി അനലൈസ് ചെയ്തിട്ടാണ് ക്ലാസിഫിക്കേഷൻ നടത്തുന്നത്. അടുത്ത ഒരു ക്ലാസിഫിക്കേഷൻ സിസ്റ്റമാണ് സൈറ്റോ ടാക്സോണമി. അതായത് സൈറ്റോളജി എന്ന് വെച്ചാൽ സ്റ്റഡി ഓഫ് സെൽസ് ആണ്. അപ്പോൾ സെല്ലിനകത്തുള്ള ക്യാരക്ടേഴ്സിനെ ബേസ് ചെയ്താണ് സൈറ്റോ ടാക്സോണമിയിലൂടെ പ്ലാന്റ്സിനെ ക്ലാസിഫൈ ചെയ്യുന്നത്. ഇതിനകത്ത് സൈറ്റോളജിക്കൽ ഇൻഫർമേഷൻസ് ആയ ക്രോമസോം നമ്പർ, ക്രോമസോം സ്ട്രക്ചർ, ക്രോമസോം ബിഹേവിയർ ഇതൊക്കെയാണ് യൂസ് ചെയ്യുന്നത്. അടുത്ത ഒരു മെത്തേഡാണ് കീമോ ടാക്സോണമി. അതായത് പ്ലാന്റ്സിൻ്റെ കെമിക്കൽ കോൺസ്റ്റിറ്റ്യുവൻസ് ആണ് ഇതിൽ യൂസ് ചെയ്യുന്നത്. കെമിക്കൽ കോൺസ്റ്റിറ്റ്യുവൻസ് ബേസ് ചെയ്താണ് പ്ലാന്റ്സിനെ ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്.
ഇത് ഒരു ഇൻട്രൊഡക്ഷൻ പാർട്ടാണ്, ജസ്റ്റ് ഓർത്ത് വയ്ക്കുക. അടുത്തത് പ്ലാൻ കിങ്ഡത്തിൽ പ്ലാന്റ്സിനെ 5ആയിട്ടാണ് ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. ആൽഗെ, ബ്രയോഫൈറ്റ്സ്, ടെറിഡോഫൈറ്റ്സ്, ജിംനോസ്പേംസ്, ആൻജിയോസ്പേംസ്. ഇങ്ങനെ 5ആയിട്ടാണ് പ്ലാൻ കിങ്ഡത്തിൽ പ്ലാന്റ്സിനെ ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. ഇന്നത്തെ ക്ലാസ്സിൽ ആൽഗയെ പറ്റിയാണ് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കുന്നത്. ആൽഗെ പ്ലാന്റ്സിലെ ഫസ്റ്റ് ഗ്രൂപ്പാണ് ആൽഗെ. ആൽഗെ എന്ന് പറയുന്നത് പ്ലാന്റ്സിലെ മെമ്പേഴ്സ് ആയതുകൊണ്ട് തന്നെ ഇവർക്ക് ക്ലോറോഫിൽ ഉണ്ട്, അതുപോലെ തന്നെ ഇവർ ഓട്ടോട്രോപ്പിക് ആണ്. നമുക്കറിയാം പ്ലാന്റ്സിന് ക്ലോറോഫിൽ പിഗ്മെന്റ് ഉള്ളതുകൊണ്ടാണ് അവർക്ക് ഫോട്ടോസിന്തസിസ് നടത്താൻ പറ്റുന്നത്. അതുകൊണ്ട് അവർ ഓട്ടോട്രോപ്സ് ആണ്, അതായത് അവരുടെ ഫുഡ് അവർക്ക് തന്നെ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ആൽഗയും അതിൽ നിന്ന് വ്യത്യസ്തമല്ല, ആൽഗയ്ക്കും ക്ലോറോഫിൽ ഉണ്ട്, അതുകൊണ്ട് അവരും ഓട്ടോട്രോപ്സ് ആണ്. ഇനി ആൽഗയുടെ ബോഡി എങ്ങനെയാണ്? ആൽഗെ വളരെ സിമ്പിൾ ആൻഡ് താലോയിഡ് സ്ട്രക്ചേഴ്സ് ആണ്. താലോയിഡ് എന്ന് പറഞ്ഞാൽ സാധാരണ നമ്മളൊരു പ്ലാന്റിനെ നോക്കുകയാണെങ്കിൽ ആ പ്ലാന്റിൽ നമുക്ക് അതിൻ്റെ പാർട്സ് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. അതായത് സ്റ്റെം ഏതാണ്, ലീഫ് ഏതാണ്, റൂട്ട് ഏതാണ്, പിന്നെ അതിൻ്റെ ഫ്ലവർ, ഫ്രൂട്ട്, അങ്ങനെ പ്ലാന്റിൻ്റെ ഓരോ പാർട്ടും നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്ത് പറയാൻ പറ്റും. എന്നാൽ താലസ് എന്ന് പറഞ്ഞാൽ ഇത് ഒരു പ്രത്യേകതരം സ്ട്രക്ചറാണ്. ഇതിൽ നമുക്ക് ഓരോ പാർട്സും കറക്റ്റായിട്ട് ഐഡൻറ്റിഫൈ ചെയ്ത് പറയാൻ പറ്റില്ല. അങ്ങനെയുള്ള സ്ട്രക്ചേഴ്സിനെയാണ് താലസ് അല്ലെങ്കിൽ താലോയിഡ് ബോഡി എന്ന് പറയുന്നത്. അതായത് അൺഡിഫറൻഷിയേറ്റഡ് ആയിട്ടുള്ള സ്ട്രക്ചേഴ്സാണ്. അപ്പോൾ ആൽഗയ്ക്ക് താലോയിഡ് ബോഡിയാണുള്ളത്. ഇനി ആൽഗ മെയിനായിട്ട് ഏതാണ് ഇതിൻ്റെ ഹാബിറ്റാറ്റ്സ്? മെയിനായിട്ട് ഇവരെ അക്വാട്ടിക് ഏരിയയിലാണ് കാണപ്പെടുന്നത്, അതായത് ജലാശയങ്ങളിൽ. ഇത് ഫ്രഷ് വാട്ടറിലും കാണപ്പെടും, മറൈനായിട്ടും കാണപ്പെടും, അതായത് ശുദ്ധജലത്തിലും പിന്നെ കടലിലൊക്കെ അങ്ങനെയും കാണപ്പെടും. ഇനി അവിടെ മാത്രമേ ഇത് കാണപ്പെടൂ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല, കാരണം ഇതിൻ്റെ ഹാബിറ്റാറ്റ്സ് വളരെ വേരിയബിൾ ആയിട്ടുള്ളതാണ്. അതായത് വെറൈറ്റി ഓഫ് ഹാബിറ്റാറ്റ്സിൽ ആൽഗയെ കാണാൻ പറ്റും. അതിന് എക്സാമ്പിളാണ് മോയിസ്റ്റ് സ്റ്റോൺസ്, പിന്നെ സോയിൽസ്, വുഡ്, ഇവിടെ ഒക്കെ ഇവരെ കാണാൻ പറ്റും. ഇനി അതൊന്നും കൂടാതെ മറ്റ് ചില ഓർഗാനിസംസുമായിട്ട് അസോസിയേറ്റ് ചെയ്തും ആൽഗയെ കാണാൻ പറ്റും. അതിനൊരു എക്സാമ്പിളാണ് ലൈക്കൻ. അതായത് കിങ്ഡം ഫംഗയെ പറ്റി നമ്മൾ പഠിച്ചപ്പോൾ പറഞ്ഞിരുന്നു ലൈക്കൻ. ലൈക്കൻ എന്ന് പറഞ്ഞാൽ എന്താ? ഇറ്റ് ഇസ് എ സിംബയോട്ടിക് അസോസിയേഷൻ ബിറ്റ്വീൻ ആൽഗെ ആൻഡ് ഫംഗെ. ആൽഗയും ഫംഗയും തമ്മിലുള്ള സിംബയോട്ടിക് അസോസിയേഷനെയാണ് ലൈക്കൻ എന്ന് പറയുന്നത്. സിംബയോട്ടിക് അസോസിയേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? മ്യൂച്വലി ബെനഫിറ്റ് ഉണ്ടാകുന്ന ഒരു റിലേഷൻഷിപ്പ്. ഇതിൽ ആൽഗൽ പാർട്ടും ഉണ്ട്, ഫംഗൽ പാർട്ടും ഉണ്ട്. ഇനി അതുകൂടാതെ സ്ലോത്ത് ബിയർ എന്ന് പറയുന്ന ആനിമൽസ്, അതുപോലെയുള്ള ആനിമൽസുമായിട്ട് അസോസിയേറ്റ് ചെയ്തും ആൽഗയെ നമുക്ക് കാണാൻ പറ്റും. ഇനി ഈ ആൽഗയുടെ ഫോം അല്ലെങ്കിൽ സൈസ് എങ്ങനെയാണ്? ഇത് വളരെ വേരിയബിൾ ആണ്. നമുക്ക് കറക്റ്റായിട്ട് ആൽഗയുടെ സൈസ് ഇത്ര മുതൽ ഇത്ര വരെയാണ്, അല്ലെങ്കിൽ ആൽഗയുടെ ഫോം ഇന്നതാണ്, അങ്ങനെ പറയാൻ പറ്റില്ല. കാരണം ഇതിൻ്റെ സൈസും ഷേപ്പും ഒക്കെ വളരെ വേരിയബിൾ ആണ്. ചിലപ്പോൾ ഈ ഓർഗാനിസംസ് അല്ലെങ്കിൽ ആൽഗെ കോളനീസ് ആയിട്ട് കാണപ്പെടും, അതായത് കുറേ ഓർഗാനിസംസ് ഒരുമിച്ച് ചേർന്ന് ഒരു കോളനി ആയിട്ട് കാണപ്പെടും. അങ്ങനെയുള്ള കൊളോണിയൽ ഫോംസിന് എക്സാമ്പിളാണ് വോൾവോക്സ്. ഇനി അതുകൂടാതെ ചിലർ ഫിലമെൻ്റസ് ഫോംസ് ആയിട്ട് കാണപ്പെടും, അതായത് കുറച്ച് നീണ്ട, നമ്മൾ ഫംഗയിലൊക്കെ ഫിലമെൻ്റസ് സ്ട്രക്ചറാന്ന് പറഞ്ഞില്ലേ, അതുപോലെ നീണ്ട ഒരു സ്ട്രക്ചറായിട്ട് കാണപ്പെടും. അങ്ങനെ ഫിലമെൻ്റസ് ഫോംസ് ആയിട്ട് കാണപ്പെടുന്ന ആൽഗയ്ക്ക് എക്സാമ്പിളാണ് ഉളോത്രിക്സ്, പൈറോഗൈറ, അതൊക്കെ. ഇനി ഇതൊന്നും കൂടാതെ കെൽപ്സ് എന്ന് പറയുന്ന ഒരു ആൽഗയുണ്ട്. ഈ ആൽഗെ വളരെ മാസീവായിട്ടുള്ള ബോഡിയുള്ള ഒരു ആൽഗയാണ്. അതായത് ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ കടലിൻ്റെ അടിയിലൊക്കെ ചെല്ലുമ്പോൾ കാണാൻ പറ്റും. ഇതിൻ്റെ ബോഡി വളരെ മാസീവാണ്, ഇതിൻ്റെ താലസ് വളരെ മാസീവ്, വളരെ വലുതായിട്ട് ഇത് വളരും. ഇനി ആൽഗയുടെ റീപ്രൊഡക്ഷൻ. 3 മെത്തേഡ്സിലാണ് ആൽഗെ റീപ്രൊഡ്യൂസ് ചെയ്യുന്നത്. അതിൽ ആദ്യത്തേത് വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷൻ ആണ്. വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷൻ ഫ്രാഗ്മെൻറ്റേഷൻ വഴിയാണ് നടക്കുന്നത്. അതായത് ഇത് ഒരു പേരൻറ്റ് ഫിലമെൻ്റ് ആണെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ ഇതൊരു താലസ് ആണ്, ഒരാൽഗയുടെ താലസ് ആണ് ഇത്. ഈ താലസ് രണ്ടായിട്ട് ബ്രേക്ക് ചെയ്യുന്നു, രണ്ടായിട്ടോ അല്ലെങ്കിൽ അതിൽ കൂടുതലോ എത്ര ആയിട്ടെങ്കിലും ബ്രേക്ക് ചെയ്യുന്നു, അതായത് മുറിഞ്ഞു പോകുന്നു. എന്നിട്ട് ഈ ഓരോ ഫ്രാഗ്മെൻസും ഓരോ പുതിയ ഇൻഡിവിജ്വൽസ് ആയിട്ട് മാറുന്നു. അതായത് ഒരു താലസ് അത് ബ്രേക്ക് ചെയ്ത് അല്ലെങ്കിൽ അത് ഡിവൈഡ് ചെയ്ത് ഒരുപാട് ഫ്രാഗ്മെൻറ്റ്സ് ആയിട്ട് മാറുന്നു. ഈ ഫ്രാഗ്മെൻറ്റ്സ് ഓരോന്നും ഓരോ സെപ്പറേറ്റ് ഇൻഡിവിജ്വൽസ് ആയിട്ട് മാറുന്നു. അതിനെയാണ് ഫ്രാഗ്മെൻറ്റേഷൻ എന്ന് പറയുന്നത്.
ഇനി ഈ ഓരോ ഇൻഡിവിജ്വൽസും എന്താണ് വളർന്ന് അടുത്തൊരു താലസായിട്ട് മാറുന്നു. ഇതാണ് ആൽഗയിലുള്ള വെജിറ്റേറ്റീവ് റീപ്രൊഡക്റ്റീവ് മെത്തേഡ്, അതായത് ഫ്രാഗ്മെന്റേഷൻ. രണ്ടാമത്തെ മെത്തേഡാണ് അസെക്ഷുവൽ റീപ്രൊഡക്ഷൻ. അതായത് ഇവര് സ്പോർസ് പ്രൊഡ്യൂസ് ചെയ്യും. സ്പോർ ഫോർമേഷനാണ് അസെക്ഷുവൽ റീപ്രൊഡക്ഷനുള്ള മെത്തേഡ്. സ്പോർസ് ഫോം ചെയ്യുന്നു, എന്നിട്ട് ഈ സ്പോർസ് ജെർമിനേറ്റ് ചെയ്ത് പുതിയൊരു പ്ലാന്റ് അല്ലെങ്കിൽ പുതിയൊരു ഇൻഡിവിജ്വൽ ആയിട്ട് മാറുന്നു. അതാണ് അസെക്ഷുവൽ റീപ്രൊഡക്ഷൻ. കോമൺ ആയിട്ട് കാണപ്പെടുന്ന സ്പോറാണ് സൂസ്പോർ. സൂസ്പോറാണ് ആൽഗയിൽ കാണപ്പെടുന്ന അസെക്ഷുവൽ സ്പോർ. സൂസ്പോർ കോമൺ ആയിട്ട് കാണപ്പെടുന്നത്. ഈ സൂസ്പോറിന്റെ പ്രത്യേകത ഇവർ മോട്ടയിലാണ്, അതായത് സൂസ്പോഴ്സിന് മൂവ് ചെയ്യാൻ പറ്റും. അപ്പോൾ മൂവ്മെന്റിന് സൂസ്പോഴ്സിനെ ഹെൽപ്പ് ചെയ്യുന്നത് ആരാണ്? അതിനെന്തായാലും ഒരു സ്ട്രക്ചർ ആവശ്യമാണ്, അതാണ് ഫ്ലാജെല്ല. അപ്പോൾ ഫ്ലാജെല്ല ഉള്ളത് കൊണ്ടാണ് സൂസ്പോഴ്സ് മോട്ടയിലായത്. അപ്പോൾ ആൽഗയിലെ മോസ്റ്റ് കോമൺ സ്പോർസ് ആണ്, അസെക്ഷുവൽ സ്പോർസ് ആണ് സൂസ്പോഴ്സ്. ഇവർക്ക് മൂവ് ചെയ്യാൻ കഴിവുണ്ട്, കാരണം ഇവർ ഫ്ലാജെല്ലേറ്റഡ് ആണ്. ഇനി ഈ സൂസ്പോഴ്സ് ജെർമിനേറ്റ് ചെയ്തിട്ടാണ് പുതിയ ഇൻഡിവിജ്വൽസ് ആയിട്ട് മാറുന്നത്, അല്ലെങ്കിൽ പുതിയ താലസ് ആയിട്ട് മാറുന്നത്. ഇങ്ങനെയാണ് ആൽഗയിലെ അസെക്ഷുവൽ റീപ്രൊഡക്ഷൻ നടക്കുന്നത്. ഇനി മൂന്നാമത്തെ റീപ്രൊഡക്റ്റീവ് മെത്തേഡാണ് സെക്ഷുവൽ റീപ്രൊഡക്ഷൻ. നമുക്കറിയാം സെക്ഷുവൽ റീപ്രൊഡക്ഷൻ ആണെങ്കിൽ എന്തായാലും അവിടെ എന്തുണ്ടാവും? ഗമീറ്റ്സ് ഉണ്ടാവും. ഈ ഗമീറ്റ്സ് ഫ്യൂസ് ചെയ്തിട്ടാണ് പുതിയ ഓസ്പ്രിങ് അല്ലെങ്കിൽ പുതിയൊരു ഓർഗാനിസം ഉണ്ടാവുന്നത്. അപ്പോൾ ഇവിടെയും വ്യത്യസ്തമല്ല, ആൽഗയിലും സെക്ഷുവൽ റീപ്രൊഡക്ഷനിൽ രണ്ട് ഗമീറ്റ്സിൻ്റെ ഫ്യൂഷനാണ് നടക്കുന്നത്. ഇനി ഈ സെക്ഷുവൽ റീപ്രൊഡക്ഷൻ തന്നെ 3 ടൈപ്പിൽ നടക്കാൻ പറ്റും. ആദ്യത്തേതാണ് ഐസോഗമി അല്ലെങ്കിൽ ഐസോഗ്യാമസ് റീപ്രൊഡക്ഷൻ, അല്ലെങ്കിൽ ഐസോഗമി എന്നും വിളിക്കാം. ഇതിൽ ഗമീറ്റ്സ് രണ്ടും ഒരേ സൈസ് ആയിരിക്കും. അതായത് 2 ഗമീറ്റ്സ് ഉണ്ട്, ഒന്ന് ഫീമെയിൽ ആയിരിക്കും, ഒന്ന് മെയിൽ ആയിരിക്കും. പക്ഷെ നമുക്ക് ഇവരെ തമ്മിൽ തിരിച്ചറിയാൻ പറ്റത്തില്ല, കാരണം സെയിം സൈസും ഒരേപോലെ ഇരിക്കുന്ന ഗമീറ്റ്സ് ആയിരിക്കും. അങ്ങനെയുള്ളതിനെയാണ് ഐസോഗ്യാമസ് എന്ന് വിളിക്കുന്നത്. ഐസോ എന്ന് വെച്ചാൽ ഒരുപോലെ, സിമിലർ എന്നാണ് അർത്ഥം. അപ്പോൾ ഐസോഗ്യാമസിൽ 2 ഗമീറ്റ്സും സിമിലർ ആയിരിക്കും. ഇനി ഐസോഗമിയിൽ തന്നെ ഗമീറ്റ്സ് 2 തരത്തിൽ കാണപ്പെടാൻ പറ്റും. അതായത് ഒന്നുകിൽ ഈ ഗമീറ്റ്സിന് മൂവ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും, അതായത് ഒന്നുകിൽ ഗമീറ്റ്സ് മോട്ടയിലായിരിക്കും. അപ്പോൾ മോട്ടയിലാണെങ്കിൽ അവർക്ക് എന്തുണ്ടാവും? ഫ്ലജെല്ല ഉണ്ടാവും. അപ്പോൾ ഐസോഗമിയിൽ തന്നെ ഗമീറ്റ്സിന് മൂവ്മെൻറ്റിനുള്ള കഴിവുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അത് മോട്ടയിലാണെങ്കിൽ അതിനെ ഫ്ലജെല്ലേറ്റഡ് എന്ന് പറയുന്നു, കാരണം അവർക്ക് ഫ്ലജെല്ലയുണ്ട്. അതിന് എക്സാമ്പിളാണ് ഉളോത്രിക്സ്. ഇനി ചിലപ്പോൾ ഈ ഗമീറ്റ്സ് നോൺ മോട്ടയിലായിരിക്കും, അതായത് അവർക്ക് ഫ്ലജെല്ല ഇല്ല. അപ്പോൾ അതിനെ നോൺ ഫ്ലജെല്ലേറ്റഡ് എന്ന് വിളിക്കുന്നു. അതിന് എക്സാമ്പിളാണ് സ്പൈറോഗൈറ. അതാണ് ഐസോഗമി അല്ലെങ്കിൽ ഐസോഗ്യാമസ്. അടുത്തത് അനൈസോഗ്യാമസ്. അതായത് ഗമീറ്റ്സ് ഡിസിമിലർ ആണ്, ഗമീറ്റ്സ് ഒരുപോലെ അല്ല. അതായത് നമുക്ക് 2 ഗമീറ്റ്സിനെ കണ്ടാലും തിരിച്ചറിയാൻ പറ്റും ഏതാണ് മെയിൽ ഏതാണ് ഫീമെയിൽ എന്ന്. അതിന് എക്സാമ്പിളാണ് യൂഡോറിന. അടുത്ത മൂന്നാമത്തെ ടൈപ്പ് സെക്ഷൽ റീപ്രൊഡക്ഷൻ ആണ് ഊഗമി അല്ലെങ്കിൽ ഊഗാമസ്. ഇതിലെന്താണ്? ഒരു ഗമീറ്റ് വലുതായിരിക്കും, അതുപോലെ നോൺ മോട്ടൈലും ആയിരിക്കും. ഒരു ഗമീറ്റ് വലുതാണ്, അതിന് മൂവ്മെൻറ്റിനുള്ള കഴിവില്ല, അതാണ് ഫീമെയിൽ ഗമീറ്റ്. ഇനി മൂവ് ചെയ്യാൻ കഴിയുന്ന ചെറിയ ഗമീറ്റാണ് മെയിൽ ഗമീറ്റ്. അതായത് ഫീമെയിൽ ഗമീറ്റ് വലുതാണ്, അതുപോലെ അത് നോൺ മോട്ടൈലാണ്. മെയിൽ ഗമീറ്റ് ചെറുതാണ്, അത് മോട്ടൈലാണ്, അതിന് മൂവ് ചെയ്യാനുള്ള കഴിവുണ്ട്. അതിനെയാണ് ഊഗമി എന്ന് പറയുന്നത്. ഊഗമി നടക്കുന്ന ആൽഗകളാണ് വോൾവോക്സ്, ഫ്യൂക്കസ് മുതലായവ. വോൾവോക്സ്, ഫ്യൂക്കസ് മുതലായവ. ഇനി ഇവിടെ പിക്ചർ കൊടുത്തിട്ടുണ്ട് ഐസോഗമിയുടേത്. ആദ്യം കൊടുത്തിരിക്കുന്ന ഐസോഗമിയിൽ തന്നെ ഫ്ലാജെല്ലേറ്റഡ് ആയിട്ടുള്ള ഗമീറ്റ്സ് ആണ്. അതായത് ഇവിടെ നോക്കിയാൽ അറിയാം, ദാ ഫ്ലാജെല്ല ഉണ്ട് ഇവർക്ക്. ഈ ഫ്ലാജെല്ലയാണ് ഇതിനെ മൂവ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നത്. അതുകൊണ്ട് ഇവർ മോട്ടൈലാണ്. അപ്പോൾ ഈ 2 ഗമീറ്റ്സിനെ നമുക്ക് തിരിച്ചറിയാൻ പറ്റുന്നില്ല ഏതാണ് മെയിൽ ഏതാണ് ഫീമെയിൽ എന്ന്, അതായത് അവർ സിമിലർ ആണ്. അതിനെയാണ് ഐസോഗമി എന്ന് പറയുന്നത്. ഈ 2 ഗമീറ്റ്സ് ഫ്യൂസ് ചെയ്ത് ഒരു സൈഗോട്ട് ഫോം ചെയ്യുന്നു. ഇനി അടുത്ത നോൺ ഫ്ലാജെല്ലേറ്റഡിൻ്റെ പിക്ചറാണ് താഴെ കൊടുത്തിട്ടുള്ളത്. അതായത് ഇവരും ഒരുപോലെ തന്നെ ഇരിക്കുകയാണ്, ഗമീറ്റ്സ് രണ്ടും. മെയിൽ ഏതാ ഫീമെയിൽ ഏതാന്ന് നമുക്ക്
തിരിച്ചറിയാൻ പറ്റുന്നില്ല. പക്ഷേ ഇത് രണ്ടും കൂടെ ഫ്യൂസ് ചെയ്ത് ഒരു സൈഗോട്ട് ഫോം ചെയ്യുന്നു. ഇവർക്ക് ഫ്ലജല്ല ഇല്ലാത്തത് കൊണ്ട് തന്നെ ഇവർ നോൺ മോട്ടൈലാണ്. അടുത്തതാണ് അനൈസോഗമി. അനൈസോഗമിയിൽ എന്താ, രണ്ടും രണ്ടായിട്ടിരിക്കുകയാണ്. നമുക്കിപ്പോൾ ഇത് കണ്ടാൽ മനസ്സിലാവുന്നുണ്ട്, ഒരെണ്ണം ചെറുതും ഒരെണ്ണം വലുതുമാണ്. അപ്പോൾ ഡിസിമിലർ സൈസാണ് ഗമീറ്റ്സിന്, അതുകൊണ്ട് തന്നെ ഇതിനെ അനൈസോഗമി എന്ന് പറയുന്നു. അടുത്തതാണ് ഊഗമി. ഊഗമിയിൽ നമ്മൾ പറഞ്ഞു ഫീമെയിൽ ഗമീറ്റ് എന്ന് പറഞ്ഞാൽ ലാർജ് ആണ്, വലുതാണ്, അതുപോലെ തന്നെ അത് നോൺ മോട്ടൈലാണ്, അതുകൊണ്ട് അതിന് ഫ്ലജല്ല ഇല്ല. മെയിൽ ഗമീറ്റ് എന്താ, ചെറുതുമാണ്, അതുപോലെ മോട്ടൈലുമാണ്, ഫ്ലജല്ലേറ്റഡ് ആണ്. എന്നിട്ട് അവർ ഫ്യൂസ് ചെയ്ത് ഒരു സൈഗോട്ട് ഫോം ചെയ്യുന്നു. ഇതാണ് ഊഗമി എന്ന് പറയുന്നത്. ഇനി ഈ ആൽഗെ കൊണ്ട് നമുക്ക് എന്തെങ്കിലും യൂസ് ഉണ്ടോ? പ്ലാന്റ്സിലെ ഏറ്റവും പ്രിമിറ്റീവ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും ലോവർ ആയിട്ടുള്ള ഗ്രൂപ്പാണ് ആൽഗെ. ഇവരെ കൊണ്ട് നമുക്കുണ്ടാവുന്ന യൂസസ് എന്തൊക്കെയാണ്? ആദ്യം തന്നെ നമുക്ക് എന്താ പറയുക, ഇവർ കാർബൺ ഡൈ ഓക്സൈഡ് ഫിക്സേഷനിൽ വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതായത് നമുക്കറിയാം ഇവർ ഒരുപാട്, ഇവരുടെ നമ്പർ വളരെ കൂടുതലാണ്. കൂടുതലും എന്താ മറൈനായിട്ട് കടലിലൊക്കെ ഒരുപാട് ആൽഗകളെ കാണപ്പെടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് പറയാം ഏകദേശം ഭൂമിയിലെ ഒരു പകുതിയെങ്കിലും, ഒരു 50% കാർബൺ ഡൈ ഓക്സൈഡ് ഫിക്സേഷൻ എങ്കിലും നടത്തുന്നത് ഈ ആൽഗകളാണ്. അപ്പോൾ കാർബൺ ഡൈ ഓക്സൈഡ് ഫിക്സേഷന് ഇവർ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഇവർ ഓട്ടോട്രോഫ്സ് ആണ്, ഇവർക്ക് ക്ലോറോഫിൽ ഉണ്ട്, അതുകൊണ്ട് ഇവരെന്ത് ചെയ്യും, ഫോട്ടോസിന്തസിസ് നടത്തുന്നുണ്ട്. അതുവഴി എന്താ, ഫോട്ടോസിന്തസിസിന്റെ ഫലമായിട്ട് ഓക്സിജൻ ഫോം ചെയ്യുന്നുണ്ട്. പ്ലാന്റ്സ് ഫോട്ടോസിന്തസിസ് നടത്തുമ്പോൾ കാർബൺ ഡൈ ഓക്സൈഡിനെ യൂസ് ചെയ്യുകയും ഓക്സിജനെ പുറത്തുവിടുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇവരുടെ ഹാബിറ്റാറ്റ്സിൽ ഡിസോൾഡ് ഓക്സിജൻ കൂടുതലായിരിക്കും. കാരണം ഇവർ അക്വാട്ടിക് ഹാബിറ്റാറ്റ്സിലാണ് മെയിനായിട്ട് കാണപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ഫോട്ടോസിന്തസിസിന്റെ ഫലമായിട്ട് ഇവരുണ്ടാക്കുന്ന ഓക്സിജൻ അതിന് ചുറ്റുമുള്ള വെള്ളത്തിലേക്ക് ഡിസോൾവ് ആയി കിട്ടുന്നു. അടുത്തത് ഇവരാണ് പ്രൈമറി പ്രൊഡ്യൂസേഴ്സ്. കാരണം എന്താ, ഇവരാണ് ഫോട്ടോസിന്തസിസിലൂടെ ഫുഡ് പ്രിപ്പയർ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഫുഡ് സൈക്കിളിന്റെ ബേസിക് ആയിട്ടുള്ള ആൾക്കാർ ആൽഗയാണ്. ഇനി നമുക്ക് ഈ ആൽഗെ ഫുഡായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. അങ്ങനെ നമ്മൾ യൂസ് ചെയ്യുന്ന ചില ആൽഗകളാണ് പോർഫൈറ, ലാമിനേറിയ, സർഗാസം. ഇതിനെയൊക്കെ നമുക്ക് ഫുഡായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. അങ്ങനെ ഏകദേശം 70 സ്പീഷീസ് മറൈൻ ആൽഗെ നമ്മൾ ഫുഡായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. മറൈൻ ആൽഗ എന്ന് വെച്ചാൽ കടലിൽ കാണപ്പെടുന്ന ആൽഗ. അങ്ങനെ ഏകദേശം 70 സ്പീഷീസ് ആൽഗെ നമ്മൾ ഫുഡായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ് ക്ലോറല്ല. ക്ലോറല്ല എന്ന് പറഞ്ഞാൽ ഒരു യൂണിസെല്ലുലാർ ആൽഗയാണ്. ഇതിനകത്ത് ഒരുപാട് പ്രോട്ടീൻസ് ഉണ്ട്. അതായത് ഈ ക്ലോറല്ല പ്രോട്ടീൻ റിച്ച് ആണ്. ഇതൊരു യൂണിസെല്ലുലാർ ആൽഗയാണ്. ഇതിൻ്റെ ബോഡി പ്രോട്ടീൻ റിച്ച് ആണ്. അതുകൊണ്ട് തന്നെ ഇതിനെ നമുക്കൊരു ഫുഡ് സപ്ലിമെൻ്റ് ആയിട്ട് യൂസ് ചെയ്യാം, ക്ലോറല്ലേ. കൂടുതലും സ്പേസ് ട്രാവലേഴ്സ് ഒക്കെ ഫുഡ് സപ്ലിമെൻറ്റിനായിട്ട് യൂസ് ചെയ്യുന്ന ഒരു ആൽഗയാണ് ക്ലോറല്ല. അടുത്തത് ഹൈഡ്രോകൊളോയിഡ്സിൻ്റെ പ്രൊഡക്ഷനിൽ ആൽഗെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഹൈഡ്രോകൊളോയിഡ്സ് എന്ന് പറഞ്ഞാൽ വാട്ടർ ഹോൾഡിംഗ് സബ്സ്റ്റൻസസ് ആണ്. ഇത് നമ്മൾ സാധാരണയായിട്ട് നമ്മുടെ കൾച്ചർ മീഡിയാസിലൊക്കെ, അതായത് മൈക്രോബ്സിനെ വളർത്തിയെടുക്കാനുള്ള കൾച്ചർ മീഡിയാസിലും പിന്നെ ഐസ്ക്രീംസ്, ജെല്ലീസ് ഇതിൻ്റെയൊക്കെ പ്രിപ്പറേഷനിലുമാണ് ഇങ്ങനത്തെ ഹൈഡ്രോകൊളോയിഡ്സ് യൂസ് ചെയ്യുന്നത്. അങ്ങനെ ഹൈഡ്രോകൊളോയിഡ്സ് ഉണ്ടാക്കിയെടുക്കുന്നത് ആൽഗയിൽ നിന്നാണ്. അതിനൊരു എക്സാമ്പിളാണ് അഗർ എന്ന് പറയുന്നത്. ഇനി മറ്റൊരു എക്സാമ്പിളാണ് ആൽജിൻ. ആൽജിൻ ബ്രൗൺ ആൽഗയിൽ നിന്നാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. റെഡ് ആൽഗയിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹൈഡ്രോകൊളോയിഡ് ആണ് കാരാജീൻ. അപ്പോൾ എന്തൊക്കെയാണ് ആൽഗയുടെ യൂസസ്? ഇവർ ഫോട്ടോസിന്തറ്റിക് ആയതുകൊണ്ട് തന്നെ ഇവരെ നമുക്ക് പ്രൈമറി പ്രൊഡ്യൂസേഴ്സ് എന്ന് വിളിക്കാം. ഇവരാണ് അക്വാട്ടിക് ആനിമൽസിൻ്റെ അല്ലെങ്കിൽ അക്വാട്ടിക് ഓർഗാനിസത്തിൻ്റെ ഫുഡ് സൈക്കിളിലെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള ആൾക്കാർ ആൽഗകളാണ്. ഫോട്ടോസിന്തസിസ് നടത്തുന്നത് കൊണ്ട് തന്നെ ഇവർ കാർബൺ ഡൈ ഓക്സൈഡിനെ യൂസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് എർത്തിലെ ഏകദേശം 50% കാർബൺ ഡൈ ഓക്സൈഡ് ഫിക്സേഷൻ നടത്തുന്നത് ആൽഗകളാണ്. അതുപോലെ ഫോട്ടോസിന്തസിസിന്റെ ബൈ പ്രൊഡക്റ്റ് ആയ ഓക്സിജൻ ഇവരുടെ ഹാബിറ്റാറ്റ്സിലേക്ക് എത്തുന്നുണ്ട്. ഇനി ഇവരെ നമുക്ക് ഫുഡായിട്ട് യൂസ് ചെയ്യാം. ക്ലോറല്ല അതിൽ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എക്സാമ്പിൾ ആണ്. പിന്നെ ഹൈഡ്രോകൊളോയിഡ്സിന്റെ പ്രൊഡക്ഷനും യൂസ് ചെയ്യുന്നുണ്ട്. ഇനി ഈ ആൽഗെ തന്നെ മൂന്നായിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്.
അതാണ് ക്ലോറോഫൈസിയെ, ഫയോഫൈസിയെ ആൻഡ് റോഡോഫൈസിയെ. മൂന്നായിട്ടാണ് ഡിവൈഡ് ചെയ്തേക്കുന്നത്. അതിൽ ഓരോന്നിനെ പറ്റിയും പഠിക്കാം. ഫസ്റ്റ് ഗ്രൂപ്പാണ് ക്ലോറോഫൈസിയെ. ഇവരുടെ പേരിൽ തന്നെ ഉണ്ട് ക്ലോറോ, അതായത് ഗ്രീൻ. ക്ലോറോഫൈസിയെ നമ്മൾ വിളിക്കുന്നത് ഗ്രീൻ ആൽഗെ എന്നാണ്. ക്ലോറോഫൈസിയെ ഈസ് കോമൺലി കോൾഡ് ഗ്രീൻ ആൽഗെ. ഇവര് യൂണിസെല്ലുലാർ ആയിട്ട് കാണപ്പെടുന്നുണ്ട്. അതുപോലെ കൊളോണിയലോ ഫിലമെന്റസോ ആയിരിക്കും. ഒന്നുകിൽ കോളനി ആയിട്ടോ അല്ലെങ്കിൽ ഫിലമെന്റ്സ് ആയിട്ടോ കാണപ്പെടും. ഇനി ഇവരുടെ കളർ എന്താണ്? ക്ലോറോഫൈസിയെ, അതായത് ഗ്രീൻ ആൽഗെ എന്നാണ് ഇവരെ വിളിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവരുടെ കളർ ഗ്രാസ് ഗ്രീൻ ആണ്. ഈ ഗ്രാസ് ഗ്രീൻ വരാനുള്ള കാരണം എന്താണ്? ഇവർക്ക് ക്ലോറോഫിൽ എ ആൻഡ് ബി ഉണ്ട്. ക്ലോറോഫിൽ എയും ക്ലോറോഫിൽ ബിയും ഉണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇവർക്ക് ഗ്രാസ് ഗ്രീൻ കളർ വരാനുള്ള കാരണം. ഗ്രാസ് ഗ്രീൻ കളർ ആയതുകൊണ്ടാണ് ഇവരെ ഗ്രീൻ ആൽഗെ എന്ന് വിളിക്കുന്നത്. ഇനി ഈ ക്ലോറോഫിൽ എയും ബിയും ഒക്കെ എവിടെയാണ് ഇരിക്കുന്നത്? അത് ക്ലോറോപ്ലാസ്റ്റ് എന്ന് പറയുന്ന ഒരു സ്ട്രക്ചറിന്റെ ഉള്ളിലാണ് ഇരിക്കുന്നത്. ക്ലോറോഫിൽ എയും ബിയും ഒക്കെ ക്ലോറോപ്ലാസ്റ്റിലാണ് കാണപ്പെടുന്നത്. ഇനി ക്ലോറോപ്ലാസ്റ്റ് എന്ന് പറഞ്ഞാൽ എങ്ങനെയുള്ള സ്ട്രക്ചേഴ്സ് ആണ്? ക്ലോറോപ്ലാസ്റ്റ് ഒന്നുകിൽ ഡിസ്കോയിഡ് ആയിരിക്കും, അല്ലെങ്കിൽ പ്ലേറ്റ്ലൈറ്റ് ആയിരിക്കും, ഇല്ലെങ്കിൽ റെറ്റിക്കുലേറ്റ് ആയിരിക്കും, കപ്പ് ഷേപ്ഡ് ആയിരിക്കാം, സ്പൈറൽ ആയിരിക്കാം, അല്ലെങ്കിൽ റിബൺ ഷേപ്ഡ് ആയിരിക്കാം. അതായത് പല ഷേപ്പിൽ ക്ലോറോപ്ലാസ്റ്റ് കാണപ്പെടുന്നുണ്ട്. ക്ലോറോപ്ലാസ്റ്റിന് കറക്റ്റായിട്ട് എല്ലാ ആൽഗയിലും ഇന്ന ഷേപ്പിലാണ് ക്ലോറോപ്ലാസ്റ്റ് ഇരിക്കുന്നതെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഓരോ ആൽഗയിലും ക്ലോറോപ്ലാസ്റ്റ് ഓരോ ഷേപ്പിലായിരിക്കും. അങ്ങനെ പല ഷേപ്പിൽ ക്ലോറോപ്ലാസ്റ്റ് കാണപ്പെടുന്നുണ്ട്. ഈ ക്ലോറോപ്ലാസ്റ്റിനകത്താണ് ക്ലോറോഫിൽ ഇരിക്കുന്നത്. ക്ലോറോഫില് എയും ബിയും ഉള്ളത് കൊണ്ടാണ് ഗ്രീൻ ആൽഗയ്ക്ക് ഗ്രീൻ കളർ കിട്ടിയത്. ഇനി ഈ ആൽഗകളിൽ ഈ ക്ലോറോപ്ലാസ്റ്റിൽ ക്ലോറോഫിൽ എയും ബിയും ഉണ്ട്. അതുകൂടാതെ വേറൊരു സാധനം കൂടി ഉണ്ട്. അതാണ് പൈറിനോയിഡ്സ്. ക്ലോറോപ്ലാസ്റ്റില് ക്ലോറോഫില് കൂടാതെയുള്ള മറ്റൊരു സാധനമാണ് പൈറിനോയിഡ്സ്. മറ്റൊരു സ്ട്രക്ചറാണ്. പൈറിനോയിഡ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ ആൽഗയുടെ സ്റ്റോറേജ് ബോഡീസ് ആണ്. അതായത് ഫുഡ് സ്റ്റോർ ചെയ്ത് വെക്കുന്നത് പൈറിനോയിഡ്സിനകത്താണ്. നമുക്കറിയാം എല്ലാ ജീവജാലങ്ങളും ഫുഡ് സ്റ്റോർ ചെയ്ത് വെക്കും. നമ്മളാണെങ്കിലും കഴിക്കുന്ന ഫുഡ് ഇപ്പം തന്നെ അങ്ങ് യൂസ് ചെയ്ത് തീർക്കുമല്ല. കുറച്ച് ഫുഡ് എന്താ ഗ്ലൈക്കോജൻ ആക്കി മാറ്റി സൂക്ഷിച്ചു വെക്കും. നമ്മുടെ ബോഡിയിൽ സ്റ്റോർ ചെയ്ത് വെക്കും. കാരണം ഫുഡ് കിട്ടാത്ത ടൈമിൽ ആ ഗ്ലൈക്കോജൻ ആണ് നമ്മൾ ബ്രേക്ക് ചെയ്ത് എനർജി ആക്കി മാറ്റി യൂസ് ചെയ്യുന്നത്. അതുപോലെ ആൽഗകൾ ഫുഡ് സ്റ്റോർ ചെയ്ത് വെക്കുന്നത് പൈറിനോയിഡ്സ് എന്ന് പറയുന്ന ഒരു സ്ട്രക്ചറിനകത്താണ്. ഈ പൈറിനോയിഡ്സും ക്ലോറോപ്ലാസ്റ്റിന്റെ ഉള്ളിലാണ് ഇരിക്കുന്നത്. ഇനി ഈ സ്റ്റോറേജ് ബോഡീസ് ഒന്നോ ഒന്നിലധികമോ ഉണ്ടാവാം. അത് ഓരോ സ്പീഷീസിനെ അനുസരിച്ച് വ്യത്യാസപ്പെട്ടിരിക്കുന്നു. പൈറിനോയിഡ്സിനകത്ത് എന്തൊക്കെയാണ് അവർ സ്റ്റോർ ചെയ്ത് വെക്കുന്നത്? ഫുഡിനെ പ്രോട്ടീനും സ്റ്റാർച്ചും ആക്കിയാണ് സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. പ്രോട്ടീനും അന്നജവും ആക്കിയാണ് ഫുഡ് സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. അത് പൈറിനോയിഡ്സിനകത്താണ്. ഇനി ചില ആൽഗകൾ, എല്ലാ ആൽഗകളും പ്രോട്ടീനും സ്റ്റാർച്ചും ആക്കി അല്ല മാറ്റുന്നത്. ക്ലോറോഫൈസിയിലെ ചില മെമ്പേഴ്സ് ഫുഡിനെ ഓയിൽ ഡ്രോപ്ലെറ്റ്സ് ആയിട്ടാണ് സൂക്ഷിച്ചു വെക്കുന്നത്. ചില ക്ലോറോഫൈസിയിലെ ചില മെമ്പേഴ്സ് ഓയിൽ ഡ്രോപ്ലെറ്റ്സ് ആയിട്ടാണ് ഫുഡ് സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. എങ്കിൽ കൂടുതൽ പേരും പ്രോട്ടീൻ ആൻഡ് സ്റ്റാർച്ച് ആയിട്ട് പൈറിനോയിഡ്സിനകത്താണ് സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. ക്ലോറോഫൈസിയുടെ മറ്റൊരു പ്രത്യേകത, ഇവർക്കൊരു സെൽ വോൾ ഉണ്ട്. ആ സെൽ വോൾ വളരെ റിജിഡ് ആണ്. അതായത് കട്ടി കൂടിയ ഒരു സെൽ വോൾ ആണ് ക്ലോറോഫൈസിയയ്ക്കുള്ളത്. ഈ സെൽ വോൾ നിർമ്മിച്ചിരിക്കുന്നത് രണ്ട് മെറ്റീരിയൽ കൊണ്ടാണ്, സെല്ലുലോസും പെക്ടോസും. അതായത് ഇന്നർ ലെയർ സെല്ലുലോസ് കൊണ്ടാണ് നിർമ്മിച്ചിട്ടുള്ളത്, ഔട്ടർ ലെയർ പെക്ടോസ് കൊണ്ടും. ഇനി ക്ലോറോഫൈസിയുടെ റീപ്രൊഡക്ഷൻ. നമ്മൾ ആൽഗയുടെ റീപ്രൊഡക്ഷൻ മെയിനായിട്ട് പറഞ്ഞിരുന്നു, ജനറലായിട്ട് പറഞ്ഞിരുന്നു. ഏകദേശം അത് തന്നെയാണ് ഇവിടെയും വരുന്നത്. വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷൻ എങ്ങനെയാണ്? ഫ്രാഗ്മെൻറ്റേഷൻ. അതായത് ക്ലോറോഫൈസിയുടെ ഒരു ഫ്രാഗ്മെൻറ്റ് ബ്രേക്ക് ചെയ്ത് രണ്ടോ അതിലധികമോ ഫ്രാഗ്മെൻറ്റ്സ് ആയിട്ട് മാറുന്നു. എന്നിട്ട് ഈ ഫ്രാഗ്മെൻറ്റ്സ് എല്ലാം എന്താ ഓരോ പുതിയ ഇൻഡിവിജ്വൽസ് ആയിട്ട് മാറുന്നു. അതാണ് ഫ്രാഗ്മെൻറ്റേഷൻ. അസെക്ഷൽ റീപ്രൊഡക്ഷൻ ഫ്ലാജിലേറ്റഡ് സൂസ്പോർസ് വഴിയാണ് നടക്കുന്നത്. അതായത് സൂസ്പോർ ജനറേറ്റ് ചെയ്താണ് അസെക്ഷൽ റീപ്രൊഡക്ഷൻ നടക്കുന്നത്. ഈ സൂസ്പോർസിന് എന്താ ഫ്ലാജെല്ല ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇവർ മോട്ടൈലാണ്. സെക്ഷൽ റീപ്രൊഡക്ഷൻ 3 ടൈപ്പിലും നടക്കും. ഐസോഗാമിയോ അല്ലെങ്കിൽ അനൈസോഗമിയോ, അതും അല്ലെങ്കിൽ ഊഗമിയോ നടക്കുന്നു. 3 ടൈപ്പ് സെക്ഷൽ റീപ്രൊഡക്ഷൻ നടക്കുന്നുണ്ട്. ക്ലോറോഫൈസിയുടെ എക്സാമ്പിൾസ് ആണ് ക്ലാമിഡോമോണാസ്, വോൾവോക്സ്, ഉളോത്രിക്സ്, സ്പൈറോഗൈറ, ചാര.
ആൽഗയിലെ അടുത്തൊരു ഗ്രൂപ്പാണ് ഫയോഫൈസിയെ അല്ലെങ്കിൽ ഫിയോഫൈസിയെ, എങ്ങനെ വേണമെങ്കിലും പ്രൊനൗൺസ് ചെയ്യാം. അപ്പോൾ ഫിയോഫൈസിയെ നമ്മൾ ബ്രൗൺ ആൽഗെ എന്നാണ് വിളിക്കുന്നത്. ക്ലോറോഫൈസിയെ ഗ്രീൻ ആൽഗെ എന്നാണ് വിളിച്ചത്. ഫയോഫൈസിയെ ബ്രൗൺ ആൽഗെ എന്ന് വിളിക്കുന്നു. കാരണം എന്താണ്? അതിനകത്തുള്ള സാന്തോഫിൽ ആൻഡ് വ്യൂക്കോസാന്തിൻ കാരണം. ബ്രൗൺ ആൽഗയ്ക്കകത്ത് ഫ്യൂക്കോസാന്തിൻ എന്ന് പറയുന്ന ഒരു പിഗ്മെന്റ് ആണ്. അതൊരു സാന്തോഫിൽ പിഗ്മെന്റ് ആണ്. ക്ലോറോഫിൽ എന്ന് പറഞ്ഞ പോലെ തന്നെയുള്ള മറ്റൊരു പിഗ്മെന്റ് ആണ് സാന്തോഫിൽ. സാന്തോഫിലുള്ള ഒരു ടൈപ്പ് പിഗ്മെന്റ് ആണ് ഫ്യൂക്കോസാന്തിൻ. ഈ ഫ്യൂക്കോസാന്തിൻ ഉള്ളത് കൊണ്ടാണ് ബ്രൗൺ ആൽഗയ്ക്ക് ബ്രൗൺ ആൽഗ എന്ന് പേര് കിട്ടിയത്. കാരണം അതിന് ഏകദേശം ബ്രൗൺ കളർ ആണ്. ഇനി ഈ ഫെയോഫൈസിയയിൽ ക്ലോറോഫിൽ എ, സി, കരോട്ടിനോയിഡ്സ് ഇതൊക്കെയുണ്ട്. പിന്നെ ഫ്യൂക്കോസാന്തിൻ അല്ലാത്ത മറ്റ് സാന്തോഫിൽസും ഉണ്ട്. ഇനി ഈ സാന്തോഫിൽസിന്റെ അല്ലെങ്കിൽ ഇതിനകത്തുള്ള ക്ലോറോഫില്, കരോട്ടിനോയിഡ്സ്, സാന്തോഫിൽസ് ഇങ്ങനെയുള്ള പിഗ്മെന്റ്സിന്റെ എമൗണ്ട് അനുസരിച്ചിട്ട് ഇവരുടെ കളറ് ഒലിവ് ഗ്രീൻ തൊട്ട് ബ്രൗണിന്റെ പല ഷെയ്ഡ്സ് വരെ ആകാറുണ്ട്. അതായത് ഇവരെ ഒലിവ് ഗ്രീൻ മുതൽ ബ്രൗണിന്റെ പല ഷെയ്ഡ്സ് വരെയുള്ള ഏതെങ്കിലും കളറായിട്ടൊക്കെ നമുക്ക് കാണാൻ പറ്റും. എങ്ങനെയാണ് ഈ കളർ ഉണ്ടാവുന്നത്? ഇവരുടെ ഉള്ളിലുള്ള ആ പിഗ്മെന്റിന്റെ എമൗണ്ട് അനുസരിച്ച്. അതായത് ഫ്യൂക്കോസാന്തിൻ ഒരുപാടുണ്ടെങ്കിൽ നല്ല ബ്രൗൺ ആയിട്ടിരിക്കും. എന്നാൽ അതിന്റെ അളവ് അങ്ങോട്ടും ഇങ്ങോട്ടും വേരി ചെയ്യുന്നതിനനുസരിച്ച് ഇവരുടെ കളറും മാറിക്കൊണ്ടിരിക്കും. കൂടുതലായിട്ട് ഇവരെ മറൈൻ ഹാബിറ്റാറ്റ്സിലാണ് കാണപ്പെടുന്നത്. നമുക്ക് സിമ്പിൾ ബ്രാഞ്ച്ഡ് ഫോംസ് ആയിട്ട് ഇവരെ കാണപ്പെടും. അതുപോലെ തന്നെ ഫിലമെന്റസ് ഫോംസ് കാണപ്പെടുന്നുണ്ട്. പിന്നെ പ്രൊഫ്യൂസ്ലി ബ്രാഞ്ച്ഡ് ഫോംസും കാണപ്പെടുന്നുണ്ട്. അതായത് ഒന്നെങ്കിൽ ചെറിയ രീതിയിൽ ബ്രാഞ്ച്ഡ് ആയിട്ടുള്ള സ്ട്രക്ചേഴ്സിനെ നമുക്ക് കാണാൻ പറ്റും, ഇല്ലെങ്കിൽ ഫിലമെന്റസ് ആയിട്ട് കാണാൻ പറ്റും. അതിന് എക്സാമ്പിളാണ് എക്ടോകാർപ്പസ്. ഇല്ലെങ്കിൽ പ്രൊഫ്യൂസ്ലി ബ്രാഞ്ച്ഡ്, അതായത് ഭയങ്കരമായിട്ട് ഒരുപാട് ബ്രാഞ്ച്ഡ് ആയിട്ടുള്ള ഫോംസ് ആയിട്ട് കാണാൻ പറ്റും. അതിനൊരു എക്സാമ്പിളാണ് കെൽപ്സ്. ഇതിന്റെ ഹൈറ്റ് ഏകദേശം 100 മീറ്റർ വരെ എത്താറുണ്ട്. അത്രയ്ക്ക് വലുതായിട്ട് ഇവർ വളരും. എന്നാൽ ഫിയോഫൈസിയയിലെ മെമ്പേഴ്സ് എങ്ങനെയാണ്? ലാമിനാരിൻ അല്ലെങ്കിൽ മാനിറ്റോള്, ഇതിലേതെങ്കിലും ഒരു ഫോമിലായിരിക്കും ഫുഡ് സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. ഒന്നെങ്കിൽ ലാമിനാരിൻ അല്ലെങ്കിൽ മാനിറ്റോള്. ഇത് രണ്ടും കോംപ്ലക്സ് കാർബോഹൈഡ്രേറ്റ് ആണ്. ഫിയോഫൈസിയുടെ സെൽ വോള് സെല്ലുലോസ് കൊണ്ടാണ് നിർമ്മിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ സെല്ലുലോസ് വോളിനെ കവർ ചെയ്ത് ഒരു ജെലാറ്റിൻ കോട്ടിംഗ് ഉണ്ട്. അതാണ് ആൽജിൻ്റെയാണ് ജെലാറ്റിൻ കോട്ടിംഗ്. അതായത് ഫിയോഫൈസിയുടെ സെൽ വോള് സെല്ലുലോസും ആൽജിനും കൊണ്ടാണ് നിർമ്മിച്ചിട്ടുള്ളത്. ഇനി ഈ ഫിയോഫൈസിയുടെ പ്രോട്ടോപ്ലാസ്റ്റിൽ എന്തൊക്കെയാണുള്ളത്? പ്ലാസ്റ്റിഡ്സ് ഉണ്ട്, വാക്യൂൾസ് ഉണ്ട്, ന്യൂക്ലിയസ് ഉണ്ട്. പ്രോട്ടോപ്ലാസ്റ്റ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ സൈറ്റോപ്ലാസം, ഒരു സെല്ലിനകത്തുള്ള സൈറ്റോപ്ലാസം. അതിനകത്ത് എന്തുണ്ട്? ന്യൂക്ലിയസ് ഉണ്ട്, പ്ലാസ്റ്റിഡ്സ് ഉണ്ട്, അതുപോലെ വാക്യൂൾ ഉണ്ട്. ഈ വാക്യൂള് സെൻട്രലി ലൊക്കേറ്റഡ് ആയിരിക്കും. അതായത് സെല്ലിന്റെ നടുക്കായിട്ടായിരിക്കും വാക്യൂളിനെ കാണപ്പെടുന്നത്. വാക്യൂൾ എന്ന് പറഞ്ഞാൽ ജസ്റ്റ് അതിനകത്തൊന്നുമില്ല, ചുമ്മാ ഇങ്ങനെ ഇരിക്കുന്നത്. ചിലപ്പം ഫുഡ് വാക്യൂൾ ആയിരിക്കും, ചിലപ്പോൾ അതിനകത്ത് വേസ്റ്റ് മെറ്റീരിയൽസ് ആയിരിക്കും. അങ്ങനെയൊക്കെ ഉള്ള ഒരു സ്ട്രക്ചറാണ് വാക്യൂള്. പ്ലാസ്റ്റിഡ്സ് എന്ന് പറഞ്ഞാൽ എക്സ്ട്രാ ക്രോമസോമൽ DNA ആണ് പ്ലാസ്റ്റിഡ്സ്. അതായത് നമ്മുടെ ക്രോമസോമൽ DNA അല്ലാതെ എക്സ്ട്രാ ഉള്ളതിനെയാണ് പ്ലാസ്റ്റിഡ്സ് എന്ന് വിളിക്കുന്നത്. ബോഡിയുടെ സ്ട്രക്ചർ. ഫിയോഫൈസിയുടെ ബോഡിയിൽ നമുക്ക് 3 കാര്യങ്ങൾ മെയിനായിട്ടും പറയാം. ഒന്നാണ് ഹോൾഡ് ഫാസ്റ്റ് അല്ലെങ്കിൽ അറ്റാച്ച്മെന്റ് എന്ന് പറയുന്നത്. അത് ഈ താഴത്തെ ഭാഗം. മറ്റ് പ്ലാന്റുകളുമായിട്ട് ബന്ധപ്പെടുത്തി പറയുമ്പോൾ ഒരു റൂട്ട് പോലെ ഇരിക്കുന്ന സ്ട്രക്ചർ. അതായത് ഇതിനെ താഴത്തെ, ഇതെവിടെയാണോ വളരുന്നത് ആ ഭാഗവുമായിട്ട് അറ്റാച്ച്മെന്റ് നൽകുന്നത് ഈ ഹോൾഡ് ഫാസ്റ്റ് ആണ്. റൂട്ടെന്നൊന്നും ഇതിനെ പറയാൻ പറ്റില്ല, പക്ഷെ ഒരു റൂട്ട് ലൈക്ക് സ്ട്രക്ചർ ആണ്. അതാണ് ഹോൾഡ് ഫാസ്റ്റ്. ഇനി ഹോൾഡ് ഫാസ്റ്റിന് മുകളിലായിട്ട് ഒരു സ്ട്രക്ചർ ഉണ്ട്, അതിനെയാണ് സ്റ്റൈപ്പ് എന്ന് പറയുന്നത്. ഇതൊരു സപ്പോർട്ടീവ് പാർട്ടാണ് സ്റ്റൈപ്പ്. ഇനി അതുകൂടാതെ സ്റ്റൈപ്പിന്റെ മുകളിലായിട്ട് ഫ്രോണ്ട് എന്ന് പറഞ്ഞ് ഒരു പാർട്ടുണ്ട്, ഫ്രോണ്ട്. ഇതാണ് ഫോട്ടോസിന്തറ്റിക് പാർട്ട്. അതായത് നമുക്ക് ഇതിനെ വേണമെങ്കിൽ ലീഫുമായിട്ട് സിമിലർ ആണെന്ന് പറയാം. ലീഫ് എന്നൊന്നും പറയാൻ പറ്റില്ല, പകരം ഫ്രോണ്ട് എന്നാണ് പറയുന്നത്. ഈ ഫ്രോണ്ടിൽ വെച്ചാണ് ഫോട്ടോസിന്തസിസ് നടക്കുന്നത്. ഇനി ഫ്രോണ്ടിന് താഴെയായിട്ട് കാണപ്പെടുന്ന ഒരു സ്ട്രക്ചറാണ് സ്റ്റൈപ്പ്. ഇതാണ് സപ്പോർട്ടീവ് പാർട്ട്. ഏറ്റവും താഴെയുള്ളതാണ് റൂട്ട് ലൈക്ക് സ്ട്രക്ചറായ ഹോൾഡ് ഫാസ്റ്റ്. ഇതാണ് അത് വളരുന്ന സ്ഥലമായിട്ട് ഇതിനെ അറ്റാച്ച് ചെയ്ത് വെച്ചേക്കുന്നത്. ഇതാണ് ഫിയോഫൈസിയുടെ സ്ട്രക്ചർ. ഇനി വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷൻ മറ്റ് ആൽഗകളെ പോലെ തന്നെ ഫ്രാഗ്മെന്റേഷൻ ആണ്. അസെക്ഷൽ റീപ്രൊഡക്ഷനോ സൂസ്പോഴ്സ് ആണ്.
ഇവിടുത്തെ സൂസ്പോർസിന് ഒരു പ്രത്യേകതയുണ്ട്. അവർ ബൈഫ്ലാജല്ലേറ്റ് ആണ്. അതായത് മോട്ടയിലും ആണ്, 2 ഫ്ലാജെല്ല ഉണ്ട് ഇവർക്ക്. അതുകൊണ്ടാണ് ബൈഫ്ലാജല്ലേറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ സൂസ്പോർസ് പിയർ ഷേപ്ഡ് ആണ്. അതായത് ഏകദേശം ഇങ്ങനെ ഇരിക്കും. എന്നിട്ട് ഇതിന് 2 ഫ്ലജല്ലകളുണ്ട്. ഇനി ഈ ഫ്ലജല്ലകൾ രണ്ടും എന്താ അൺഈക്വൽ ആണ്. ഒരേ വലിപ്പത്തിലുള്ള ഫ്ലജല്ലാസ് അല്ല, 2 വലിപ്പത്തിലുള്ള അൺഈക്വൽ ഫ്ലജല്ലാസ് ആണ് ഇവർക്കുള്ളത്. സെക്ഷൽ റീപ്രൊഡക്ഷൻ ഐസോഗമിയോ അനൈസോഗമിയോ ഊഗമിയോ ആയിരിക്കും. ഇനി ഈ ഗമീറ്റ്സ് സെക്ഷൽ റീപ്രൊഡക്ഷനിലാണല്ലോ ഗമീറ്റ്സ് ഉള്ളത്. ഈ ഗമീറ്റ്സും എന്താണ് പിയർ ഷേപ്ഡ്, അല്ലെങ്കിൽ അതിനെ പൈറിഫോം എന്ന് വിളിക്കുന്നു. ഗമീറ്റ്സും പിയർ ഷേപ്ഡ് ആണ്, അല്ലെങ്കിൽ പൈറിഫോം ആണ്. അതിനും എന്തുണ്ട്? 2 ഫ്ലജല്ലയുണ്ട്. ഗമീറ്റ്സിനും 2 ഫ്ലജല്ലയുണ്ട്. അതുകൊണ്ട് തന്നെ എന്താ ഗമീറ്റ്സ് മോട്ടയിലാണ്. ഇനി ഫെയോഫൈസിയുടെ മെമ്പേഴ്സ് ആരൊക്കെയാണ്? എക്ടോകാർപ്പസ്, ഡിക്റ്റിയോട്ട, ലാമിനാരിയ, സർഗാസം, ഫ്യൂക്കസ്. ഇതൊക്കെ ഫെയോഫൈസിയയിലെ ഇമ്പോർട്ടൻറ്റ് മെമ്പേഴ്സ് ആണ്. എക്ടോകാർപ്പസ്, ഡിക്റ്റിയോട്ട, ലാമിനേരിയ, സർഗാസം ആൻഡ് ഫ്യൂക്കസ്. ഇത്രയാണ് ഫെയോഫൈസിയെ പറ്റിയിട്ടുള്ളത്. അടുത്ത മൂന്നാമത്തെ ഗ്രൂപ്പാണ് റോഡോഫൈസിയെ. ഇവരെ എന്താണ് റെഡ് ആൽഗി എന്നാണ് വിളിക്കുന്നത്. കാരണം ഇവരുടെ ഉള്ളിലുള്ള പിഗ്മെന്റ് ആണ് ഫൈക്കോ എറിത്രിൻ. എറിത്രിൻ എന്നൊക്കെ പറയുന്നത് റെഡ് എന്ന് ഇൻഡിക്കേറ്റ് ചെയ്യുന്നതാണ്. അതുകൊണ്ടാണ് ഇവരെ റെഡ് ആൽഗി എന്ന് വിളിക്കുന്നത്. അപ്പോൾ റോഡോഫൈസിയെ റെഡ് ആൽഗി എന്നാണ് വിളിക്കുന്നത്, കാരണം ഇവർക്ക് ഫൈക്കോ എറിത്രിൻ എന്ന് പറയുന്ന പിഗ്മെന്റ് ഉണ്ട്. ഇനി റോഡോഫൈസിയയിലെ കൂടുതൽ മെമ്പേഴ്സിനെ മറൈൻ ഹാബിറ്റാറ്റ്സിലാണ് കാണപ്പെടുന്നത്. അതിൽ തന്നെ വാമറായിട്ടുള്ള ഏരിയാസ്, കുറച്ച് ചൂടൊക്കെ ഉള്ള സ്ഥലങ്ങളിലാണ് റോഡോഫൈസിയെ കാണപ്പെടുന്നത്. കൂടുതലും മറൈൻ ഹാബിറ്റാറ്റ്സിലാണ്. ഇനി ഇവരെ തന്നെ നമുക്ക് ഒന്നുകിൽ ചിലപ്പം വാട്ടർ സർഫസിൻ്റെ ആ ഒരു ഭാഗത്തായിട്ട് കാണാൻ പറ്റും. അതായത് നല്ല സൂര്യപ്രകാശമൊക്കെ, സൺലൈറ്റ് നന്നായിട്ട് കിട്ടുന്ന ഏരിയയിൽ കാണാൻ പറ്റും. അതുപോലെ തന്നെ ഓഷ്യൻ്റെ ഒക്കെ ഏറ്റവും അടിത്തട്ടിലായിട്ടും കാണാൻ പറ്റും. ഓഷ്യൻ്റെ അടിത്തട്ടിൽ നമുക്കറിയാം അവിടെ ഒന്നും സൺലൈറ്റ് എത്തത്തില്ല, അത്രയ്ക്ക് ഡീപ്പാണ്. അപ്പം അങ്ങനെ സൺലൈറ്റ് ഉള്ളിടത്തും സൺലൈറ്റ് ഇല്ലാത്തടത്ത് വരെയും ഇവർക്ക് ജീവിക്കാൻ പറ്റും. അതാണ് റോഡോഫൈസിയിലെ മെമ്പേഴ്സ്. ഇനി കൂടുതൽ മെമ്പേഴ്സ് മൾട്ടി സെല്ലുലാർ ആണ്. അതായത് ഒന്നിലധികം സെൽസ് ഉണ്ട്. യൂണിസെല്ലുലാർ അല്ല, കൂടുതലും മൾട്ടി സെല്ലുലാർ ആണ്. അതുകൊണ്ട് തന്നെ എന്താ ഇവരുടെ ബോഡി ഓർഗനൈസേഷൻ കുറച്ച് കോംപ്ലക്സ് ആണ്. കോംപ്ലക്സ് ബോഡി ഓർഗനൈസേഷൻ ആണ് ഇവർക്കുള്ളത്. ഇവരുടെ സ്റ്റോർഡ് ഫുഡാണ് ഫ്ലോറിഡിയൻ സ്റ്റാർച്ച്. റോഡോഫൈസിയുടെ സ്റ്റോർഡ് ഫുഡാണ് ഫ്ലോറിഡിയൻ സ്റ്റാർച്ച്. ഇത് അമൈലോപെക്റ്റിൻ, ഗ്ലൈക്കോജൻ എന്ന് പറയുന്നതിൻ്റെയൊക്കെ സ്ട്രക്ചറുമായിട്ട് സിമിലർ ആണ്. അമൈലോപെക്റ്റിൻ, ഗ്ലൈക്കോജൻ ഇതൊക്കെ മറ്റ് ആനിമൽസിൽ ഫുഡ് സ്റ്റോർ ചെയ്ത് വെക്കുന്ന ഫോംസ് ആണ്. നമ്മളൊക്കെ ഗ്ലൈക്കോജനായിട്ടാണ് ഫുഡ് സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. അതുപോലെ ഗ്ലൈക്കോജനും ഫാറ്റും ഒക്കെ ആയിട്ടാണ് നമ്മൾ ഫുഡ് സ്റ്റോർ ചെയ്യുന്നത്. അപ്പോൾ ആ ഗ്ലൈക്കോജനും അമൈലോപെക്റ്റിനുമായിട്ടൊക്കെ ഫ്ലോറിഡിയൻ സ്റ്റാർച്ചിന് സ്ട്രക്ചറൽ സിമിലാരിറ്റി ഉണ്ട്. റോഡോഫൈസിയയിലും 3 ടൈപ്പ് റീപ്രൊഡക്ഷൻ ഉണ്ട്. ഫ്രാഗ്മെന്റേഷൻ ആണ് വെജിറ്റേറ്റീവ് റീപ്രൊഡക്റ്റീവ് മെത്തേഡ്. അസെക്ഷൽ റീപ്രൊഡക്ഷനിൽ ഇവിടെയും സ്പോർസ് ആണ്, പക്ഷെ നോൺ മോട്ടൈലാണ്. മൂവ് ചെയ്യാൻ കഴിവില്ല അസെക്ഷൽ സ്പോർസിന്. സെക്ഷൽ റീപ്രൊഡക്ഷനും നോൺ മോട്ടൈൽ ഗമീറ്റ്സ് വഴിയാണ് നടക്കുന്നത്. ഇവർക്കും മൂവ്മെന്റിനുള്ള കഴിവില്ല. അതായത് സെക്ഷൽ ആൻഡ് അസെക്ഷൽ റീപ്രൊഡക്ഷനിൽ സ്പോർസിനും ഗമീറ്റ്സിനും മൂവ് ചെയ്യാൻ കഴിവില്ല. അവർ നോൺ മോട്ടൈലാണ്. ഇനി സെക്ഷൽ റീപ്രൊഡക്ഷൻ ഇവിടെ ഊഗമിയാണ് നടക്കുന്നത്. അതായത് 2 ടൈപ്പ് ഗമീറ്റ്സ് ആണ്. അതായത് ഫീമെയിൽ ഗമീറ്റ് വലുതാണ്, മെയിൽ ഗമീറ്റ് ചെറുതാണ്. എന്നിട്ട് ഊഗമി നടന്നിട്ട് പിന്നെന്താ ഇവിടെ പോസ്റ്റ് ഫെർട്ടിലൈസേഷൻ ഡെവലപ്മെന്റ് നടക്കുന്നുണ്ട്. ഊഗമി നടന്ന് ഒരു സൈഗോട്ട് ഉണ്ടായി. മെയിൽ ഗമീറ്റും ഫീമെയിൽ ഗമീറ്റും കൂടെ ഫ്യൂസ് ചെയ്തിട്ട് എന്തുണ്ടായി? ഒരു സൈഗോട്ട് ഉണ്ടായി. ഈ സൈഗോട്ട് ഡയറക്റ്റ് ആയിട്ട് അടുത്തൊരു ഓർഗാനിസമായിട്ട് മാറുമല്ല. ഈ സൈഗോട്ടിന് കുറച്ച് ഡെവലപ്മെന്റ് ഉണ്ട്. ഈ ഡെവലപ്മെന്റ് നടന്നതിന് ശേഷം മാത്രമാണ് അത് അടുത്തൊരു ഇൻഡിവിജ്വൽ ആയിട്ട് മാറുന്നത്. അങ്ങനെ ഫെർട്ടിലൈസേഷന് ശേഷം സൈഗോട്ട് ഉണ്ടായി, സൈഗോട്ടിന് കുറേ ഡെവലപ്മെന്റ് നടക്കുന്നു. അതിനെയാണ് പോസ്റ്റ് ഫെർട്ടിലൈസേഷൻ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. അങ്ങനെ ഒരു കോംപ്ലക്സ് ആയുള്ള പോസ്റ്റ് ഫെർട്ടിലൈസേഷൻ ഡെവലപ്മെന്റ് റോഡോഫൈസിയയിലെ മെമ്പേഴ്സ് കാണിക്കുന്നുണ്ട്. അതായത് ഇതിൽ നിന്ന് എന്ത് നമ്മൾ മനസ്സിലാക്കണം? അതായത് ഓരോ ക്ലാസ്സും കഴിഞ്ഞിങ്ങനെ വരും തോറും
ഇവരുടെ ലെവൽ അപ്പ് ആവുന്നുണ്ട്. അതായത് ഹയർ ഓർഗാനിസത്തിലേക്ക് എത്താനുള്ള ഒരു എവല്യൂഷൻ നടക്കുന്നുണ്ട്. കാരണം നമ്മൾ ഹ്യൂമൻസിനൊക്കെ അറിയാം, നമുക്കെന്താ ഒരു പോസ്റ്റ് ഫെർട്ടിലൈസേഷൻ ഡെവലപ്മെന്റ് ഒക്കെ ഉണ്ട്. ഫെർട്ടിലൈസേഷൻ കഴിഞ്ഞ ഉടനെ ഒരു പുതിയ ഓർഗാനിസമായിട്ട് നമ്മുടെ പുതിയൊരു കുട്ടിയായിട്ട് മാറുമല്ല ചെയ്യുന്നത്. ഏകദേശം 9 മന്ത്സോളം നമുക്ക് പോസ്റ്റ് ഫെർട്ടിലൈസേഷൻ ഡെവലപ്മെന്റ് ഉണ്ട്. അതിനുശേഷമാണ് ഒരു പുതിയ ഇൻഡിവിജ്വൽ ആയിട്ട് മാറുന്നത്. അപ്പോൾ അതിനുള്ള ഒരു തുടക്കമാണ് ഇവിടെ കണ്ടത് റോഡോഫൈസിയയിൽ. റോഡോഫൈസിയയുടെ എക്സാമ്പിൾസ് ആണ് പോളിസിഫോണിയ അല്ലെങ്കിൽ പോളിസൈഫോണിയ, എങ്ങനെയെങ്കിലും പ്രൊനൗൺസ് ചെയ്യുക, പോർഫൈറ, ഗ്രാസിലേറിയ, ജെലിഡിയം. ഈ ഗ്രാസിലേറിയ, ജെലിഡിയം ഇതൊക്കെയായിരുന്നു അഗറിൻ്റെ പ്രൊഡക്ഷന് വേണ്ടി യൂസ് ചെയ്യുന്നത്. അഗർ എന്തായിരുന്നു? ഒരു ഹൈഡ്രോകൊളോയിഡ് ആയിരുന്നു. അതിനുവേണ്ടി ഗ്രാസിലേറിയ, ജെലിഡിയം ഇതിനെയൊക്കെയാണ് യൂസ് ചെയ്യുന്നത്. അതൊക്കെ റോഡോഫൈസിയയിലെ മെമ്പേഴ്സാണ്. അപ്പോൾ ഇത്രയാണ് ആൽഗയെ പറ്റിയുള്ളത്. അപ്പോൾ എന്തൊക്കെയാണ് ആൽഗെ എന്ന് പറഞ്ഞാൽ? താലോഫൈറ്റ്സ് ആണ്. അതായത് ഇവരുടെ ബോഡി റൂട്ട്, സ്റ്റെമ്മ്, ലീഫ് ഇങ്ങനെയൊന്നും ഡിഫറൻഷിയേറ്റ് ചെയ്തിട്ടില്ല. അൺഡിഫറൻഷിയേറ്റഡ് പ്ലാന്റ് ബോഡിയാണ് ഇവർക്കുള്ളത്. അതിനെയാണ് താലസ് എന്ന് പറയുന്നത്. അങ്ങനെ താലസ് ഉള്ള പ്ലാന്റ്സിനെയാണ് താലോഫൈറ്റ്സ് എന്ന് പറയുന്നത്. കൂടുതൽ ഇവർ അക്വാട്ടിക് ഹാബിറ്റാറ്റ്സിലാണ് കാണപ്പെടുന്നത്. ഫ്രഷ് വാട്ടറും ഉണ്ട്, മറൈനും ഉണ്ട്. റീപ്രൊഡക്ഷൻ 3 ടൈപ്പാണ്: വെജിറ്റേറ്റീവ്, അസെക്ഷൽ, സെക്ഷൽ. ആൽഗെ ഇങ്ങനെയുള്ള ഒരു താലോഫൈറ്റ് ആണ്. ഇനി ആൽഗെ തന്നെ 3 ഗ്രൂപ്പ് ഉണ്ട്: ക്ലോറോഫൈസിയെ അല്ലെങ്കിൽ ഗ്രീൻ ആൽഗെ. ഇവരെന്താണ് ഗ്രീൻ ആയത്? കാരണം ക്ലോറോഫിൽ എയും ബിയും ഉണ്ട്, അതുകൊണ്ടാണ്. ഇനി ഇവരുടെ റിസർവ് ഫുഡ് പൈറിനോയിഡ്സ് എന്ന് പറയുന്ന സ്ട്രക്ചേഴ്സിലാണ് സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. ഈ പൈറിനോയിഡ്സ് എവിടെയാണ്? ക്ലോറോപ്ലാസ്റ്റിനകത്താണ് ഇരിക്കുന്നത്. ക്ലോറോഫില്ലും ക്ലോറോപ്ലാസ്റ്റിനകത്താണ് ഇരിക്കുന്നത്. സെൽ വോള് സെല്ലുലോസും പെക്ടോസും കൊണ്ടാണ് നിർമ്മിച്ചിട്ടുള്ളത്. എക്സാമ്പിൾസും കൊടുത്തിട്ടുണ്ട്. അടുത്തതാണ് ഫിയോഫൈസിയ അല്ലെങ്കിൽ ബ്രൗൺ ആൽഗെ. ഇവർക്ക് ബ്രൗൺ കളർ കിട്ടാൻ കാരണം ഫ്യൂക്കോസാന്തിൻ. ഇവർ കൂടുതലും മറൈൻ ഹാബിറ്റാറ്റ്സിലാണ് കാണപ്പെടുന്നത്. ഇവരുടെ റിസർവ് ഫുഡ് ലാമിനാരിനും മാനിറ്റോളും ആണ്. സെൽ വോൾ എന്തുകൊണ്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്? സെല്ലുലോസും ആൽജിനും കൊണ്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ആൽജിൻ എന്ന് പറഞ്ഞാൽ സെല്ലുലോസ് സെൽ വോളിൻ്റെ പുറമേ ഉള്ള ഒരു ജലാറ്റിനസ് കോട്ടിംഗ് ആണ് ആൽജിൻ കൊണ്ട് നിർമ്മിച്ചിട്ടുള്ളത്. എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്: എക്ടോകാർപ്പസും ഫ്യൂക്കസും. അടുത്ത 3ാമത്തെ ടൈപ്പാണ് റോഡോഫൈസി അല്ലെങ്കിൽ റെഡ് ആൽഗെ. ഇത് ഫൈക്കോ എരിത്രിൻ എന്നുള്ള ഒരു പിഗ്മെന്റ് ഉള്ളതുകൊണ്ടാണ് ഇവർ റെഡ് ആയത്. ഇവർ മറൈനാണ്. ഇവരെ നമുക്ക് വാട്ടർ സർഫസിലും അതുപോലെ ഡീപ്പ് ഓഷ്യനിലും കാണാൻ പറ്റും. റിസർവ് ഫുഡാണ് ഫ്ലോറിഡിയൻ സ്റ്റാർച്ച്. സെൽ വോള് സെല്ലുലോസും പെക്റ്റിനും കൊണ്ടാണ് നിർമ്മിച്ചിട്ടുള്ളത്. എക്സാമ്പിൾസും കൊടുത്തിട്ടുണ്ട്. ഇനി ആൽഗെ കൊണ്ട് നമുക്കുള്ള ഹ്യൂമൻസിനുള്ള യൂസസ്. നമുക്ക് ആൽഗെ എന്താ ഫുഡായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. എക്സാമ്പിളാണ് സ്പൈറുലിന, ക്ലോറല്ലയൊക്കെ. ക്ലോറല്ലയാണ് കൂടുതലും സ്പേസ് ട്രാവലേഴ്സ് ഒക്കെ ഫുഡ് സപ്ലിമെൻ്റ് ആയിട്ട് യൂസ് ചെയ്യുന്നത്. ഇനി അഗാർ, ആൽജിൻ, കാരാജിൻ അങ്ങനെയുള്ള ഹൈഡ്രോകൊളോയിഡ്സിൻ്റെ ഒക്കെ പ്രൊഡക്ഷന് വേണ്ടിയിട്ട് ആൽഗെ യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ ബയോ ഫെർട്ടിലൈസേഴ്സ് ആയിട്ട് അസോള, അനബീന ഇവർ തുടങ്ങിയ ആൽഗകളെയൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ ഓക്സിജൻ പ്രൊഡക്ഷന് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെ റിസർച്ചിനൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. അതുകൂടാതെ കാർബൺ ഡൈ ഓക്സൈഡ് ഫിക്സേഷൻ കൂടുതലും നടത്തുന്നത് ആൽഗകളാണ്. ഇത്രയാണ് ഈ ടോപ്പിക്കിലെ മെയിൻ പോയിന്റ്സ്. ഇനി നമുക്ക് MCQs നോക്കാം. ഇത് നീറ്റിന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ: ഇൻ ബ്രൗൺ ആൽഗെ ദ റിസർവ് ഫുഡ് മെറ്റീരിയൽ ഈസ്. ബ്രൗൺ ആൽഗെ എന്ന് വെച്ചാൽ ഫിയോഫൈസിയെ. ഇവരുടെ റിസർവ് ഫുഡ് മെറ്റീരിയൽ ഏതാണ്? ലാമിനാരിൻ ആൻഡ് മാനിറ്റോൾ. ലാമിനാരിനും മാനിറ്റോളും ആണ് ഫയോഫൈസിയ അല്ലെങ്കിൽ ബ്രൗൺ ആൽഗയുടെ റിസർവ് ഫുഡ്. ഇത് കോംപ്ലക്സ് കാർബോഹൈഡ്രേറ്റ്സ് ആണ്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ: വിച്ച് പിഗ്മെന്റ് ഈസ് മെയിൻലി റെസ്പോൺസിബിൾ ഫോർ ദ ബ്രൗൺ കളർ ഓഫ് ഫിയോഫൈസിയെ. ഫിയോഫൈസിയയുടെ ബ്രൗൺ കളറിന് കാരണമായിട്ടുള്ള പിഗ്മെന്റ് ഏതാണ്? ഫ്യൂക്കോസാന്തിൻ ആണ്. കാരണം ഇതൊരു സാന്തോഫിൽ എന്ന് പറയുന്ന ഒരു പിഗ്മെന്റ് ആണ്. അതിൽ തന്നെ പല ടൈപ്പ് ഉണ്ട്. അതിലൊരു ടൈപ്പാണ് ഫ്യൂക്കോസാന്തിൻ. ഈ ഫ്യൂക്കോസാന്തിൻ്റെ എമൗണ്ട് അനുസരിച്ചിട്ടാണ് ബ്രൗൺ ആൽഗയ്ക്ക് പല ഷെയ്ഡ്സ് വരുന്നത്. ഒലിവ് ഗ്രീൻ തൊട്ട് ബ്രൗണിൻ്റെ പല ഷെയ്ഡ്സ് വരെ ഇവർക്ക് കളറുണ്ട്.
തേർഡ് ക്വസ്റ്റ്യൻ. ദ റിസർവ് ഫുഡ് മെറ്റീരിയൽ ഇൻ റോഡോഫൈസിയ ഈസ്. റോഡോഫൈസിയയിലെ റിസർവ് ഫുഡ് മെറ്റീരിയൽ ഏതാണ്? റോഡോഫൈസിയ എന്ന് വെച്ചാൽ റെഡ് ആൽഗെ. ഇവരുടെ റിസർവ് ഫുഡ് ഫ്ലോറിഡിയൻ സ്റ്റാർച്ച് ആണ്. ഫ്ലോറിഡിയൻ സ്റ്റാർച്ച് ആണ് ഇവരുടെ റിസർവ് ഫുഡ് മെറ്റീരിയൽ. ക്ലോറോഫൈസിയയിൽ എന്തുമായിരുന്നു? പ്രോട്ടീനും സ്റ്റാർച്ചും ആയിരുന്നു. അത് പൈറിനോയിഡ്സിനകത്താണ് സ്റ്റോർ ചെയ്ത് വെച്ചത്. ഫിയോഫൈസിയയിൽ എന്തായിരുന്നു? പിന്നെ ക്ലോറോഫൈസിയയിൽ തന്നെ ചില മെമ്പേഴ്സ് ഓയിൽ ഡ്രോപ്ലെറ്റ്സ് ആയിട്ടാണ് സൂക്ഷിച്ചു വെച്ചത്. ഇനി ഫിയോഫൈസിയയിലാണെങ്കിൽ ലാമിനാരിനും മാനിറ്റോളുമായിട്ടാണ് സ്റ്റോർ ചെയ്ത് വെച്ചത്. റോഡോഫൈസിയ വരുമ്പോൾ ഫ്ലോറിഡിയൻ സ്റ്റാർച്ച്. ഫോർത്ത് ക്വസ്റ്റ്യൻ. വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ആൽഗെ ഹാസ് സെല്ലുലോസ് ആൻഡ് പെക്ടോസ് ഇൻ ദ സെൽ വോൾ? സെൽ വോള് സെല്ലുലോസും പെക്ടോസും കൊണ്ട് നിർമ്മിച്ചിട്ടുള്ളത് ഏത് ഗ്രൂപ്പിനാണ്? നമുക്കറിയാം അത് ക്ലോറോഫൈസിയയാണ്. ക്ലോറോഫൈസിയയുടേതാണ് സെല്ലുലോസും പെക്ടോസും കൊണ്ട് നിർമ്മിച്ചിട്ടുള്ളത്. ഇനി മാച്ച് ദ ഫോളോയിങ് ആണ്. ലിസ്റ്റ് 1 ക്ലോറോഫൈസിയ, ഫിയോഫൈസിയ, റോഡോഫൈസിയ. ലിസ്റ്റ് 2 ഫ്ലോറിഡിയൻ സ്റ്റാർച്ച്, ലാമിനാരിൻ ആൻഡ് മാനിറ്റോൾ, സ്റ്റാർച്ച് സ്റ്റോർഡ് ഇൻ പൈറിനോയിഡ്സ്. ഇതിപ്പോൾ നമ്മൾ മുമ്പുള്ളൊരു ക്വസ്റ്റ്യനിൽ പറഞ്ഞതേ ഉള്ളൂ. ക്ലോറോഫൈസിയ എങ്ങനെയാണ്? പൈറിനോയിഡ്സിനകത്താണ് സ്റ്റാർച്ചും പ്രോട്ടീനും സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. ഫിയോഫൈസിയെ ലാമിനാരിൻ ആൻഡ് മാനിറ്റോൾ ആയിട്ടാണ് സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. റോഡോഫൈസിയയുടേതാണ് ഫ്ലോറിഡിയൻ സ്റ്റാർച്ച്. അതായത് A3, B2, C1. ഓപ്ഷൻ എ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഈസ് കറക്റ്റ്ലി മാച്ച്ഡ്? താഴെ കുറച്ച് ഏത് ഗ്രൂപ്പാണ്, അതുപോലെ അതിനകത്ത് ഒരു മെമ്പർ, അങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത്. അത് കറക്റ്റായിട്ട് മാച്ച് ചെയ്തിരിക്കുന്നത് കണ്ടുപിടിക്കണം. ക്ലാമിഡോമോണാസ് ബ്രൗൺ ആൽഗെ, വോൾവോക്സ് ഗ്രീൻ ആൽഗെ, പോളിസിഫോണിയ ബ്രൗൺ ആൽഗെ, ഫ്യൂക്കസ് റെഡ് ആൽഗെ. അപ്പോൾ ഇതിൽ കറക്റ്റായിട്ടുള്ള ഓപ്ഷൻ വോൾവോക്സ് ഗ്രീൻ ആൽഗെ എന്നുള്ളതാണ്. അതിന് നിങ്ങൾ എല്ലാ എക്സാമ്പിൾസും പഠിച്ചാൽ മാത്രമേ ഇങ്ങനൊരു ക്വസ്റ്റ്യൻ വന്നാൽ അത് ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ട് എക്സാമ്പിൾസ് എല്ലാം കറക്റ്റായിട്ട് പഠിക്കുക. 7th ക്വസ്റ്റ്യൻ. വിച്ച് പിഗ്മെന്റ് ഗീവ്സ് റെഡ് കളർ ടു റോഡോഫൈസിയ? റോഡോഫൈസിയയ്ക്ക് റെഡ് കളർ കൊടുക്കുന്ന പിഗ്മെന്റ് ഏതാണ്? ഫൈക്കോ എറിത്രിനാണ് റോഡോഫൈസിയയ്ക്ക് റെഡ് കളർ കൊടുക്കുന്നത്. വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് ബ്രൗൺ ആൽഗെ? ബ്രൗൺ ആൽഗയുടെ ഒരു എക്സാമ്പിൾ ഏതാണ്? ഈ ക്വസ്റ്റ്യൻ ചെയ്യണമെങ്കിലും ആ എക്സാമ്പിൾസ് ഫുള്ള് പഠിച്ചെങ്കിലേ പറ്റുള്ളൂ. അപ്പോൾ ഇതിൽ ബ്രൗൺ ആൽഗയുടെ എക്സാമ്പിൾ ഫ്യൂക്കസ് ആണ്. അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക, എക്സാമ്പിൾസ് ഒക്കെ തിട്ടമായിട്ട് പഠിക്കുക. അപ്പോൾ ഇനി പ്ലാൻ കിങ്ഡത്തിൻ്റെ അടുത്ത ക്ലാസ്സുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. So thank you. Have a nice day.